ഓൺലൈനിൽ ഞങ്ങളെ സ്റ്റാർ ആക്കിയത് ഈ ഒരു പ്രോഡക്റ്റ് ആണ്. ഞാനിന്നിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഓടി വന്നതാ. പ്യൂർ സിൽക്ക്, ഇത് സിംഗിൾ ഷെയ്ഡേ ഉള്ളൂ. അതാണ് അജ്രക് പ്രിന്റ്. ഇതാ ടെസറിൽ ചെയ്തത്. പക്ഷേ ഇത് നമ്മളുടെ അടുത്ത് മാത്രമായിരിക്കും എക്സ്ക്ലൂസീവ് ആയിട്ട് ഉണ്ടാവുക. കാരണം വെച്ചാൽ നമ്മളുടെ ഒരു ഐഡിയയിൽ ചെയ്യുന്നതല്ല. പ്യൂർ ടെസർ സിൽക്കാണ്. അപ്പൊ ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ക്ലാം ഡിസൈൻ എന്ന് പറയും. കുറച്ച് തടി തോന്നും വലിയ ഡിസൈൻ വരുമ്പോൾ. തോന്നണമെന്നില്ല, പുള്ളിക്കാരത്തേക്ക് ആവശ്യത്തിന് തടിയുണ്ട്. വർഷങ്ങളായിട്ടുള്ള ട്രെൻഡാണ് കലങ്കാരി. ഇനി ആർക്കെങ്കിലും കലങ്കാരി വേണമെന്നുണ്ടെങ്കിൽ ഫാബ്രിക്സ് അവൈലബിൾ ആണ്. ഞാൻ ഇട്ടിരിക്കുന്നത് അവരുടെ ഒരു കളക്ഷൻ തന്നെയാണ് കേട്ടോ. ഇയാളെ കാണാറുണ്ട്, ഇയാള് പക്ഷെ പല ഇതിലും കാണുന്നുണ്ട്. ആ സൈഡിലത്തെ ആ ബോർഡറിൽ വന്നിരിക്കുന്ന നന്ദിയുടെ ഇതൊക്കെ വർക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ റയർ സംഭവങ്ങളാണ് കേട്ടോ. ഓർഡർ കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ വിചാരിച്ച ഏകദേശം സെലക്ഷൻ ഒക്കെ ഇവിടെ ഉണ്ട്. ഈവൻ ഐശ്വര്യ ഇട്ട ഡ്രസ്സ് വേണമെങ്കിൽ നമ്മൾ ചെയ്തു. അജ്രക് കോട്ടണിൽ വരുന്ന ബ്ലൗസ് പീസിൽ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത്. ഇത് വരുന്നത് ഓർഗൻസിയാണ്. വീവിങ്ങിലും ത്രെഡ് വർക്കും എല്ലാം കൂടെ വരുന്ന ടൈപ്പ്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ലാവീസ് ഡിസൈനിൽ. അതെവിടെയാണെന്നറിയോ? കണ്ണൂർ തളാപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ AKG ജംഗ്ഷനാണ് ആ കാണുന്നത്. അവിടെ നിന്ന് അധികം ദൂരമില്ല, ഒരു 10 അടി നടക്കാനുള്ള വഴിയോളോ. ഇനി ഒന്നുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിലോ, ഈ സൈഡിൽ കൂടെ കാണുന്ന വഴി നമുക്ക് നടന്നു പോയി കാണാം. ഇവിടെ ഒരു ചൈതന്യ ഹോസ്പിറ്റൽ ഉണ്ട് കേട്ടോ. ഈ ഒരു പോർഷനിൽ ചൈതന്യ ഹോസ്പിറ്റൽ ഉണ്ട്. അതിൻ്റെ ജസ്റ്റ് മുന്നിലുള്ള ഒരു ബിൽഡിംഗ് ആണ് നമുക്ക് ലാവീസ് ഡിസൈൻ എന്ന് പറയുന്നത്. 2 ഫ്ലോർ ആയിട്ടുള്ള കംപ്ലീറ്റ് ലേഡീസിൻ്റെ ഷോപ്പാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ വെഡ്ഡിങ്ങിന് ആവശ്യമുള്ള നല്ല അടിപൊളി സാരീസും ലെഹങ്കാസും ഗൗൺസും. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നതും അവരുടെ ഒരു കളക്ഷൻ തന്നെയാണ് കേട്ടോ. ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഗൗൺ ടൈപ്പായിട്ട് ഒരു ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിൽ വരുന്ന ഒരു കളക്ഷൻ. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ്, 2 ഗ്രാം ഗോൾഡിൻ്റെ സാരീസ് ഇതൊക്കെ കാണാനായിട്ട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതെവിടെയാണ്? കണ്ണൂർ തളാപ്പ്. വരൂ. ലേഡീസിൻ്റെ ഒരു ഡ്രീം ഹൗസിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവരുടെ എന്താവശ്യം ഉണ്ടെങ്കിൽ ഒക്കെ ഫുൾഫിൽ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ലാവീസ് ഡിസൈൻ. അപ്പോൾ ഇവിടെ ഒരു സുന്ദരി നിൽക്കുന്നുണ്ട്. എന്താണ് വിശേഷം? നമുക്ക് മൈക്കൊന്ന് സെറ്റ് ചെയ്യാം ആദ്യം. എന്താണ് വിശേഷം? സുന്ദരിയായിട്ട് ഇങ്ങനെ നിൽക്കണ്ടല്ലോ. ഏത് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വന്നാ? എവിടെയും പോയിട്ടില്ല. ഇത് നാച്ചുറൽ ആണ് കേട്ടോ. ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഞങ്ങൾ ഒരു മേക്കപ്പും ചെയ്തിട്ടില്ല. ഇനി മേക്കപ്പ് ഒക്കെ അവിടെ നിൽക്കട്ടെ. എന്താണ് ഈ ലാവീസ് ഡിസൈൻ? ലാവീസ് ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു 12 വർഷത്തെ എൻ്റെ ഒരു ഡ്രീമാണിത്. ഡ്രീം, അതാണ് ഞാൻ പറഞ്ഞത്. ലേഡീസിൻ്റെ ഒരു ഡ്രീം ഹൗസിലേക്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള എല്ലാ ഡ്രസ്സ് എന്താണ് മനസ്സിലാഗ്രഹിക്കുന്നത് അതൊക്കെ ഇവിടെ കിട്ടും. പിന്നെ ഇത് റീറ്റെയിലാണ്, അതും കൂടി എടുത്ത് പറയാട്ടോ. ഒരു സിംഗിൾ പീസായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ഇനി മുതലാളി ചമഞ്ഞത് മതി, ഇവിടെ ഇറങ്ങി വന്നേ. നല്ല അടിപൊളി ഔട്ട് ഫിറ്റ് ഒക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ് സുന്ദരിയായിട്ട്. ഈ ഔട്ട്ഫിറ്റ് ഇവിടുത്തെ തന്നെയാണോ? അവിടെ തന്നെ. എൻ്റെ അത്യാവശ്യം എല്ലാം ഞാൻ ഇവിടെ തന്നെ എടുക്കാറ്. പുറത്തുനിന്ന്. അപ്പോൾ ഇതും ഒരു പാർട്ടി വെയർ കളക്ഷൻ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനും വിട്ടത് ഒരു പാർട്ടി വെയർ തന്നെയാണ്. ഇത് ഒക്കെ അത്യാവശ്യം എന്ന് വെച്ചാൽ ഇവിടെ കൂടുതൽ കല്യാണ ആവശ്യം അങ്ങനത്തെ ആവശ്യത്തിന് ആണോ? എങ്ങനെയാണ്? എല്ലാം കാഷ്വൽ വെയർസും ഡെയിലി വെയർ, ഓഫീസ് വെയർ, എല്ലാ ടൈപ്പും പാർട്ടി വെയർസ്. എന്ന് വെച്ചാൽ ലേഡീസിന് ആവശ്യമുള്ള എല്ലാ ലേഡീസിന് ആവശ്യമുള്ള A to Z എല്ലാം ഇവിടെ ഉണ്ട്. ഇന്നർ വെയർ എടുക്കാം. ഇന്നർ വെയർ അടക്കമുണ്ട്. ഞാൻ അതിന് പുറത്തേക്ക് പോകണ്ട. അതിന് പുറത്തേക്കുണ്ട്. നാപ്കിൻ അടക്കമുണ്ട്. അത് അടിപൊളിയായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ലാവീസ് ഡിസൈൻ. ഇനി ലാവീസ് ഡിസൈൻ്റെ ഓണറുടെ പേര് നമ്മൾ അറിഞ്ഞില്ലല്ലോ. എന്താ പേര്? ലാവണ്യ ആൽബി. ലാവണ്യ ലാവീസ്, അങ്ങനെ വെച്ചിട്ടാണോ? അതെ. കാരണം എന്റെ പേര് ലാവണ്യ, ഹസ്ബൻഡ് ആൽബി, മക്കള് അനുഷ്ക, അവന്തിക, അനന്തിക, എല്ലാരും കൂടെ ചേരുമ്പോ ലാവീസ്. അങ്ങനെ ഓരോരോ LAVYZ. ഓ, അങ്ങനെ ചേർത്ത് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഫാമിലിയിൽ മറന്നിട്ട് ലാവണ്യയുടെ പേര് മാത്രം ഷോർട്ട് ആക്കിയതാണോ? അപ്പൊ എന്തായാലും അടിപൊളി. ലാവണ്യ ലാവീസ് ഡിസൈനിലത്തെ ഓണർ. അപ്പൊ നമുക്ക് ഓണർ ഇതൊക്കെ ചമ്മിങ്ങിലൊക്കെ നിർത്താം. നമുക്ക് ഇനി ഇവിടുത്തെ കളക്ഷൻസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഈ കാണുന്നത് മൊത്തം കേട്ടോ. ഇതിൽ ഫുൾ എന്തൊക്കെയാ വെറൈറ്റീസ് വരുന്നത് ഇവിടെ? ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് മെയിൻ ആയിട്ട് റെഡി ടു വെയർ, മീൻസ് റെഡിമെയ്ഡ് കോട്ടണിൽ വരുന്ന സൽവാർ സെറ്റ്സ്, കുർത്ത സെറ്റ്സ്, ടോപ്പ് ബോട്ടം, 3 പീസ്. പിന്നെ ടോപ്പ് മാത്രം വരുന്നുണ്ട്, സൽവാർ മെറ്റീരിയൽ വരുന്നുണ്ട്, ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിൽ വരുന്നുണ്ട്, ദുപ്പട്ടാസ് ഉണ്ട്, ഫാബ്രിക്സ് ഉണ്ട്, മിക്സ് ആൻഡ് മാച്ച് ആയിട്ടൊക്കെ ആൾക്കാർക്ക് എടുക്കാമല്ലോ. അപ്പൊ ഈ സാരീസ് ഒക്കെ ഉണ്ടെന്ന് ഇവിടെ ഡിസ്പ്ലേ. സാരീസ് എല്ലാം ഫസ്റ്റ് ഫ്ലോറിലാണ്. സാരീസ് ആവശ്യമുണ്ടെങ്കിൽ മേലെ കയറിക്കോ, നന്നായിട്ട് ഫുൾ കളക്ഷൻസ്. അപ്പൊ പാർട്ടി വെയറിനായിട്ടുള്ളതും അതുപോലെ കല്യാണ ആവശ്യത്തിനുള്ള സാരീസും അങ്ങനത്തെ എല്ലാതും മുകളിലാണ് വരുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ഡീറ്റെയിൽസ് അതൊന്ന് കാണിക്കാം. നമുക്ക് എവിടുന്ന തുടക്കം? ഇവിടുത്തെ സ്റ്റാഫ്മാരാണ്. ഒന്ന് ഒരു പുഞ്ചിരിയോട് കൂടി എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ.
ഹായ് എന്ത് ഭംഗിയാ നിക്കണ കണ്ടോ എല്ലാവരും നല്ല രാവിലെ പല്ല് വെച്ചിട്ടാ വന്നെല്ലാവരും കേട്ടാ ചിരിയൊന്നും വേണ്ട. പിന്നെ എന്റെ ഫേവറേറ്റ് കളർ പീകോക്ക് ബ്ലൂ ആ, അതുകൊണ്ട് തന്നെ ഞാൻ യൂണിഫോംസ് എല്ലാവർക്കും പീകോക്ക് ബ്ലൂ. പീകോക്ക് ബ്ലൂ ആ ഒരു ഷെയ്ഡിലാണ് എല്ലാവർക്കും ചെയ്തിരിക്കണത്. അടിപൊളി ഇവിടുത്തെ യൂണിഫോം കേട്ടോ. പിന്നെ ഇതൊക്കെ ലാവിസിന്റെ ഈ ഒരു സംഭവം ടാഗാ എല്ലാവർക്കും ഉണ്ട് അല്ലേ? എല്ലാവർക്കും തോന്നുന്നു രണ്ടും വിട്ടില്ല. ആ ഇനിയുണ്ട് ഒക്കെ ഊരി വെച്ചേക്കാന്ന് സൂര്യ കുത്തണ വരെ. നമുക്ക് ഇപ്പൊ എവിടുന്ന തുടക്കം കുറിക്കാം? നമുക്ക് അങ്ങനെയാണ്. ഏതാ പറഞ്ഞോളൂ. നമ്മള് ടസർ ഉണ്ട്. ടസറും അജറക്കും ഇത് വെച്ചിട്ട് തുടങ്ങിയാലോ? ഇത് മൊഡാൽ സിൽക്ക്. കാരണം ശരിക്കും ഞങ്ങള് ഓൺലൈനിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങളാക്കിയത് ഓൺലൈനിൽ ഞങ്ങളെ സ്റ്റാർ ആക്കിയത് ഈ ഒരു പ്രോഡക്റ്റ് ആണ്, മൊഡാൽ സിൽക്ക്. അതുകൊണ്ട് ഇതിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഞാനും കണ്ടുപിടിച്ച കണ്ണിലെത്തിച്ചതോ അത് തന്നെ. മൊഡാൽ സിൽക്കിൽ വരുന്ന റണ്ണിങ് ഫാബ്രിക്സ് ഉണ്ട്. ഇത് സൽവാർ മെറ്റീരിയൽ ആണ്. ഓക്കെ, അൺസ്റ്റിച്ചഡ് ആണ്. ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ട അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അതെ അതെ. അപ്പൊ അതില് നമുക്ക് നല്ല ഡിമാൻഡ്സ്. കാരണം എനിക്ക് ഫോളോവേഴ്സും ഓൺലൈൻ എന്നൊക്കെ പറയുമ്പോ എന്താ സംഭവം? അല്ല, ഓൺലൈനിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ചാനലുണ്ട് യൂട്യൂബില്. എന്താ പേര്? സെയിം പേരിൽ തന്നെ. അപ്പൊ അതിന്റെ ഒന്ന് ലിങ്ക് തന്നോട്ടോ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പൊ ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അത് കൂടാണ്ട് ഒരു സിംഗിൾ പീസ് ആയിട്ട് നിങ്ങൾക്ക് മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഇത് കാണിക്കുന്നതൊക്കെ വേണമെങ്കിൽ കൊറിയർ അയച്ചു തരുമല്ലോ? അല്ല, ഷിപ്പിംഗ് വേൾഡ് വൈഡ് ആണ്. ഓസ്ട്രേലിയ, UK എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കും. ഇന്ത്യ മാത്രമല്ല, നമ്മൾ പുറത്തും ഉണ്ടെന്ന്. ഇതും അൺസ്റ്റിച്ചഡ് തന്നെ മോഡൽ. ഇനി മോഡൽ എന്ന് പറയുമ്പോൾ അതിൽ ഡൂപ്പും ഉണ്ട്, ഒറിജിനലും ഉണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ കുറച്ച് പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ളതാ വരുന്നത് കേട്ടോ. ഡൂപ്പ് എന്ന് പറഞ്ഞ സംഭവം നമുക്കില്ല. കാരണം പ്രീമിയം ക്വാളിറ്റി വിത്ത് അഫോർഡബിൾ റേറ്റ് അതാണ് നമുക്ക് അൺസ്റ്റിച്ചഡ് ഒക്കെ വരുമ്പോൾ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ അൺസ്റ്റിച്ചഡ് ശരിക്കും പറഞ്ഞാൽ ഒരു 750 മുതൽ സ്റ്റാർട്ട് ചെയ്യും. 750 മുതൽ ഒരു 9000 റേഞ്ചിൽ വരുന്നതുണ്ട് അൺസ്റ്റിച്ചഡിൽ. ഏത് ടൈപ്പ് ആള് വന്നാലും അവർക്കുള്ളത് ഇവിടെ ഉണ്ട്. ചെറിയ ആൾക്കാരായാലും വലിയ ആൾക്കാരായാലും എല്ലാവർക്കും. അതായത് പുറമെ കാണുമ്പോൾ നമുക്ക് കട കാണുമ്പോൾ അയ്യോ പേടിക്കോ, അയ്യോ ഇത് ഇത്ര വലിയൊരു സംഭവമാണ്, നമുക്ക് അകത്ത് കയറുമ്പോൾ അതേപോലെ റേഞ്ച് ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല, അഫോർഡബിൾ റേഞ്ചിനുള്ള ആൾക്കാർക്കും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള കളക്ഷൻസും ഇവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് മോഡലിൽ ഒരു അടുത്ത പീസ് വരുന്നത്. ഇനി അടുത്ത കളക്ഷൻസ് ഒന്ന് നോക്കിയാലോ? അടുത്ത കളക്ഷൻ ഇതിൽ തന്നെ കുറച്ചുകൂടി കളക്ഷൻസ് കാണിച്ചു തന്നു. ഓക്കെ. ഇത് മോഡലിൽ തന്നെ വരുന്നത് കേട്ടോ. മോഡലിൽ തന്നെ ഒരു പ്രിന്റ് ഒക്കെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇത് വേറെയാൻ തോന്നുന്നുണ്ട്. ഇതിന്റെ ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ട ഇതൊക്കെ ഭയങ്കര സോഫ്റ്റ് ആട്ടോ. മോഡൽ നല്ല കംഫർട്ടബിൾ. പ്രത്യേകിച്ച് ഏത് ക്ലൈമറ്റിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല സോഫ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു. നമുക്ക് ഡ്രൈ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സാധാരണ നമ്മൾ സിൽക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും ഡ്രൈ ക്ലീൻ അല്ല, അപ്പൊ എല്ലാവർക്കും അത് പർച്ചേസ് ചെയ്യാൻ ഒരു മടിയായിരിക്കും. പക്ഷെ ഇത് നമുക്ക് നോർമൽ മൈൽഡ് ഷാംപൂ വാഷ് ചെയ്യാൻ പറ്റും. ഇതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അതാ ഇതൊക്കെ മോഡലിൽ വരുന്ന അടുത്ത പ്രിന്റുകൾ ഇഷ്ടംപോലെ പ്രിന്റ് ഉണ്ട്. ഇപ്പൊ ഇതിന്റെ ഡെയിലി അപ്ഡേറ്റ് ഒക്കെ ആണെങ്കിൽ ഇവരെ ചാനൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതൊക്കെ നല്ല ഒരു വീഡിയോ വെച്ച് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡെയിലി ഉണ്ടോ? എന്റെ കൂട്ടത്തിൽ തന്നെയാണ്. ഇത് ബാന്തിനി ടൈപ്പിൽ വരുന്നത്. മീൻസ് മോഡലിൽ തന്നെ ബാന്തിനി പ്രിന്റ് ബാന്തിനി വരും. അതില് ദുപ്പട്ട വരുമ്പോ കുറച്ച് വ്യത്യാസം. ഇത് ലങ്കടി പട്ട ദുപ്പട്ട എന്ന് പറയും. ഈ ഒരു പോർഷനിൽ ഇങ്ങനെ വരുമ്പോഴാണ് ആ ഒരു ഇത് പറയണത്. അതില് ഇങ്ങനെ 2 കളർ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് പാന്റ് വരുന്നത് അല്ലെ, ബോട്ടം അങ്ങനെ. ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് കണ്ടോ? ഇനിയും ഉള്ളിലുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അത് മൊത്തം ഇങ്ങോട്ട് എടുത്തോ, അതായിരിക്കും നല്ലത്. ഇത് മൊത്തത്തിൽ ഇങ്ങോട്ട് എടുത്തതാ. ഇതും ബാന്തിനിയിൽ തന്നെ കളർ ചേഞ്ച്. നേരത്തെ നമ്മൾ കണ്ടതിന്റെ ഒരു കളർ ചേഞ്ച്. ഇതൊക്കെ അൺസ്റ്റിച്ചഡാ വരുന്നത് കേട്ടോ. ഭയങ്കര സോഫ്റ്റ്. ഇതാ നമുക്ക് ഇങ്ങനെ തൊടുമ്പോൾ തന്നെ ആ ഒരു ഫീല് നമുക്ക് കിട്ടും. അതാ ഇങ്ങനെ തൊടുമ്പോൾ ആ ഒരു ഭയങ്കര സോഫ്റ്റ്. ഇത് യൂസ് ചെയ്ത ആൾക്കാർ കുറച്ച് പ്രീമിയം ആണെങ്കിലും യൂസ് ചെയ്തവർ വീണ്ടും വീണ്ടും എടുക്കും. അതെ, അത്രയും. ഇപ്പൊ ഈ ചൂടിനും നല്ല കംഫർട്ട്. നിങ്ങൾക്ക് ഇത് ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. സോഫ്റ്റ് ആണ്, ഭയങ്കര കംഫർട്ടബിൾ മെറ്റീരിയൽ ആണ്. മോഡൽ എന്ന് പറയുന്നത് മോഡൽ മാത്രമല്ല, ഇവിടെ എല്ലാ തരം മെറ്റീരിയൽസ് ഉണ്ട്. പക്ഷെ മോഡലാണ് നമ്മൾ ഫസ്റ്റ് കാണിക്കണത്. ഇത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വർക്ക് ഇല്ലാത്ത ആ ഒരു അജ്രക് പ്രിന്റ് വരുന്നത്. അതില് നമുക്ക് ഡെയിലി വെയറിന് യൂസ് ചെയ്യാം. ഓഫീസ് മെറ്റീരിയൽ അറിയുന്നവർക്ക് അറിയാം ക്വാളിറ്റി ഉള്ളതാണ്. അപ്പം പാർട്ടി വെയറിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ തന്നെ കോൺട്രാസ്റ്റ് വരുന്നതാണ് കേട്ടോ. ഇത് ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ട. കോൺട്രാസ്റ്റിൽ വരുന്നത് ദുപ്പട്ട 2 ഷെയ്ഡ് ആയിട്ട്. ദുപ്പട്ടൊക്കെ അടിപൊളിയാ കണ്ടോ. ലങ്കടിപ്പട്ട ഇങ്ങനെ തിരിച്ചു ചെറിയൊക്കെ വന്നിട്ടുള്ളത് അല്ലെ. അത്യാവശ്യം ലെങ്ത്തും നല്ല ലെങ്ത്തും വിഡ്ത്തും വരുന്നതാ. അങ്ങനെ ചെറിയൊരു രീതിയിലല്ല. അപ്പൊ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ പറഞ്ഞു ആള് കൊറിയർ അയച്ചു തരുന്നതായിരിക്കും അല്ലേ. അപ്പൊ മോഡലിന്റെ ജസ്റ്റ് ഒന്ന് എല്ലാ കളക്ഷൻസ് ഒന്നും നോക്കാതെ.
ഇത് ഫുൾ വരുന്നത് മോഡലിൽ തന്നെയാണ് കേട്ടോ. ഇത്രയും കളക്ഷൻസ് ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേയിൽ ഇരിക്കുന്നത്. ഈ പ്ലെയിനിൽ ഇരിക്കുന്നത് എന്താ? ഇതിലെങ്ങനെ വെച്ചാൽ ഇത് ലിനൻ, സാറ്റിൻ ലിനൻ ആണ്. സാറ്റിൻ ലിനൻ. കാരണം ചില ആൾക്കാർക്ക് ഫുള്ള് മെറ്റീരിയൽ വരുമ്പോൾ അത് കുറച്ച് റേഞ്ച് കൂടും. അപ്പൊ എന്താ കുറച്ച് നമ്മൾ ദുപ്പട്ട സെറ്റ് ചെയ്തിട്ട് മിക്സ് ആൻഡ് മാച്ച് ആക്കിയിട്ട് വെച്ചു. നിങ്ങൾ തന്നെ സാറ്റിൻ ലിനന്റെ ടോപ്പ്, ഇത് ബോട്ടം, ദുപ്പട്ട മൊഡാൽ സിൽക്കിന്റെ ദുപ്പട്ട സെറ്റ് ചെയ്യും. അതിന് നമുക്ക് ദുപ്പട്ട സെപ്പറേറ്റ് ഉണ്ട്. ഏത് വേണമെങ്കിലും അവർക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ ദുപ്പട്ട വേണമെങ്കിലും നമുക്കൊന്ന് നോക്കാം സെപ്പറേറ്റ് വരുന്നത്. ഇത് നമ്മൾ കട്ട് പീസ് കട്ട് ചെയ്ത് 2.5 വെച്ചിരിക്കുക. അപ്പൊ ഇതിന് ഏതാണോ ദുപ്പട്ട നിങ്ങൾക്ക് ഇഷ്ടം അത് സെറ്റ് ആക്കാം. ഓക്കെ. ദുപ്പട്ട എന്ന് പറഞ്ഞപ്പോ ദുപ്പട്ട വന്നു. ഇത് ദുപ്പട്ട സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ മോഡലിൽ വരുന്നത്. ഇതിന്റെയും ലെങ്ത് നോക്കുകയാണെങ്കിൽ ഇതൊന്ന് പിടിച്ചേ, നല്ല ലെങ്ത്, അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇത് സെപ്പറേറ്റ് നമുക്ക് ആ കട്ട് പീസ് ഇവർ ആക്കി വെച്ചതിൻ്റെ കൂടെ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്തിട്ട് അതിനുള്ള ദുപ്പട്ട നമുക്ക് സെറ്റ് ചെയ്ത് സെപ്പറേറ്റ് ആണ് കേട്ടോ, അതിൽ കൂടെ ഉള്ളതല്ല. അപ്പോൾ അങ്ങനത്തെ തന്നെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട്. ഏതാ നമുക്ക് സെറ്റ് ആവണമെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുക കളക്ഷൻസ്. ഇപ്പോൾ ഇതിൽ ഇതാണ് സെറ്റ് ആവണേ, ഏതാ സെറ്റ് ആവണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിന് ഈ ഷോള് സെറ്റ് ആക്കിയിട്ടാണ് കൊടുക്കാമെന്ന്. ഈ കളറിന് ഇത് അല്ലേ, അങ്ങനെ അത് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ചിലർക്ക് വേറെ കോമ്പിനേഷൻ ആയിരിക്കും ഇഷ്ടം, നമ്മളുടെ ഇഷ്ടപ്പെടണമെന്നില്ല. അതെ, അവർക്ക് ആ കോമ്പിനേഷൻ അനുസരിച്ചിട്ട് എടുക്കാം അല്ലേ, അങ്ങനെ. അപ്പൊ ഇത് മോഡലിൽ ഇനിയും കുറെ വെറൈറ്റികൾ കാണിക്കാണ്ട്, പക്ഷെ ഇനിയും നമുക്ക് പ്ലെയിനിൽ വരും മോഡൽ, ഇതൊക്കെ കാണിക്കാനുണ്ട്. അപ്പൊ ഇനി ഈ വർക്കുള്ളത് എന്താ സംഭവം? അൺസ്റ്റിച്ചഡ് ആണ്. അപ്പൊ അതൊന്നും എടുത്താൽ 2-3 ഇത് അൺസ്റ്റിച്ചഡിൽ വരുന്നതാണ്, വിത്ത് ലൈനിങ് ആയിട്ട് തന്നെ വരുന്ന പേസ്റ്റൽ ഷെയ്ഡാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അതെ. പേസ്റ്റൽ ഷെയ്ഡിന്റെ കുറച്ച് ഇത് ഫുൾ ഇരിക്കുന്നത് മൊത്തം പേസ്റ്റൽ ഷെയ്ഡാണല്ലോ. ഈ സൈഡ് മൊത്തം ഇരിക്കുന്നത് ഫുൾ പേസ്റ്റൽ ഷെയ്ഡിൽ അതിൽ വർക്ക് വന്നിട്ടുള്ളതാണ്. പാർട്ടി വെയറിൽ കോൺസെപ്റ്റ് വരുന്ന ഒരു കളക്ഷനാണ്. അതിന്റെ കുറച്ച് നമുക്ക് ഇത് പാകിസ്ഥാനി മോഡലാന്ന് തോന്നുന്നു. ഇത് പാകിസ്ഥാനി ടൈപ്പിൽ വരുന്നതാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ പെരുന്നാളൊക്കെ വരുന്നത്. അതെ. എല്ലാ കളക്ഷനും ഇപ്പോഴേ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച്. ഇത് പാകിസ്ഥാനിലെ ടോപ്പ്, അതുപോലെ തന്നെ ലൈനിങ് ഉള്ളിലുണ്ടാവും, വിത്ത് ലൈനിങ് ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ കൂടെ പാൻറ്, അതിന്റെ കൂടെ ദുപ്പട്ടയിലും അത്യാവശ്യം ഹെവി വർക്കാണ് കേട്ടോ വരുന്നത്. ഇത് ഈ സൈഡ് തിരിച്ചാണ് പിടിച്ചിരിക്കുന്നത്, കണ്ടോ. അത്യാവശ്യം എന്ന് വെച്ചാൽ പെരുന്നാൾ കെങ്കമാക്കാന്ന്, അടിപൊളി. അപ്പോൾ അല്ല, പേസ്റ്റൽ ഷെയ്ഡിലും നല്ല വെറൈറ്റീസ് ഉണ്ട്. ഇനിയിപ്പോൾ ഡാർക്ക് വേണ്ട, പേസ്റ്റൽ ഷെയ്ഡ് മതി എന്ന് വെച്ചാൽ ഡാർക്ക് വേണവർക്ക് ഡാർക്കും ഉണ്ട്. അതാണ് പറഞ്ഞത്. ഡാർക്ക് വേണമെങ്കിൽ ഡാർക്ക്, പ്ലെയിൻ വേണമെങ്കിൽ അല്ല പേസ്റ്റൽ വേണമെങ്കിൽ പേസ്റ്റൽ. ഇതിൽ വർക്ക് ഹാൻഡ് വർക്ക് വരുന്നത് ഫുൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഫുൾ ഹാൻഡ് വർക്കാ, ഫുള്ളിൽ അടിവരെ വരുന്നുണ്ട് അല്ലേ. നമുക്ക് 1-2 ഈ ഹാൻഡ് വർക്ക് ചെയ്യുന്ന യൂണിറ്റ്സ് ആയിട്ട് ടൈപ്പ് ഉണ്ട്. ഞങ്ങൾ പറയുന്ന കോമ്പിനേഷനിൽ അവർ ചെയ്തു തരും. അപ്പോൾ ഇൻഹൗസ് പ്രൊഡക്ഷൻ ആണ് കൂടുതൽ നമുക്ക്. കാരണം പാർട്ടി വെയർസ് ഇൻഹൗസ് ആണ്. കോമ്പിനേഷൻ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കോമ്പിനേഷൻ മാറ്റി വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ കണ്ണൂരിൽ അധികം ഇതുപോലത്തെ ഷോപ്പ് ഇല്ലാന്ന് തോന്നുന്നു. ഇത് ഹാൻഡ് പിക്ഡ് ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള ഷോപ്സ് കുറവാണ് തന്നെ പറയാം. ഇല്ലാന്ന് തന്നെ പറയാം, അത്രയും കോൺഫിഡൻസ് ആണ്. കാരണം പിന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ, പുറമേ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് തോന്നുന്നു, അയ്യോ ഇവിടെ ഭയങ്കര റേറ്റ് ആവും, കയറണോ വേണ്ടെന്നുള്ളത്. അപ്പോൾ കയറിക്കോ ധൈര്യമായിട്ട്, അഫോർഡബിൾ റേഞ്ചിന് നല്ല നമുക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ സിംഗിൾ വേണമെങ്കിൽ സിംഗിൾ, ഓൺലൈൻ. പിന്നെ ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് കണ്ടില്ലേ. പിന്നെ എന്തിനാ ഞാനിവിടെ വന്നല്ലേ, ഫോളോവേഴ്സ് ആയിട്ടുണ്ട് 11K പോരെ. അത്ര അധികം ഫോളോവേഴ്സും ഉണ്ട്. അപ്പൊ അത്ര അധികം നല്ല വെറൈറ്റി കളക്ഷൻ ഉള്ളത് കൊണ്ടല്ലേ ഈ ഫോളോവേഴ്സ് കൂടുന്നത്. അതിന് കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ഇത് ഡാർക്ക് ഷെയ്ഡ്. ഇനിയിപ്പോൾ ലൈറ്റ് വേണ്ട, ഡാർക്ക് മതി എന്ന് പറയുകയാണെങ്കിൽ ഡാർക്ക് ഷെയ്ഡിലും ഉണ്ട്. ഡാർക്ക് വേണമെങ്കിൽ ഡാർക്ക് ഉണ്ട്, അത് വിത്ത് ലൈനിങ് അടക്കമുള്ള വരുന്നത്. ഫുൾ വർക്ക് വരുന്നത്, ഫുൾ മീൻസ് ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ വർക്ക്, അത്യാവശ്യം വർക്ക് വേണമെങ്കിൽ വർക്ക് ഉണ്ട്. ഇത് സ്ലീവിലേക്ക് ഉള്ളതാണെന്ന് തോന്നുന്നു. സ്ലീവിലേക്കുള്ള വർക്കാണ് കേട്ടോ. അപ്പൊ അത്യാവശ്യം പാർട്ടി തന്നെ. ഇനിയിപ്പോൾ ആരെങ്കിലും പറഞ്ഞ് ഇന്ന കളേഴ്സ് വേണമെന്ന് പറഞ്ഞാൽ ആ കളറിലും ചെയ്ത് കൊടുക്കും. പിന്നെ വീഡിയോ കോൾ ചെയ്തിട്ടാണോ സെലക്ട് ചെയ്യേണ്ടത് ഓൺലൈനിൽ? ഇല്ല, അങ്ങനെ ഫെസിലിറ്റി ഉണ്ട്. അത്യാവശ്യം US UK അവിടേക്കുള്ളവർക്ക് ആ ടൈമിങ്ങിന്റെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വീഡിയോ കോൾ അവൈലബിൾ ആക്കി കൊടുക്കാറുണ്ട്. അല്ലാതെ ചിലർക്ക് ബൾക്കായിട്ടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ എടുത്തിട്ട് കുറെ അങ്ങനെയും ചെയ്യുന്നുണ്ട്. ലൈവായിട്ട് അപ്പൊ അങ്ങനെ അപ്പൊ തന്നെ കാണാം, അപ്പൊ തന്നെ പർച്ചേസ് ചെയ്യാം, അപ്പൊ തന്നെ ഡിസ്പാച്ച്. കാരണം പെട്ടെന്ന് കിട്ടുമല്ലോ. ഇൻസൈഡ് കേരളയാണെങ്കിൽ ജസ്റ്റ് ഒരു ദിവസം മതി. അതെ. ഇത് ദുപ്പട്ട, ഇതിൽ തന്നെ വേറെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇതാ നേരത്തെ കണ്ടതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് വരുന്നതാണ്. അപ്പോൾ ഏതാ ഇഷ്ടം വെച്ചാൽ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട്. പിന്നെ ചിലർ സെലിബ്രിറ്റീസ് ഒക്കെ ഇട്ട് അതിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇതുപോലെ ചെയ്തു തരാം, റെപ്ലിക്കാസ് ഒക്കെ, അതും പറയാറുണ്ട്. അതും ചെയ്തു എല്ലാം എന്താണ്, ഈവൻ
ഐശ്വര്യ റായ് ഇട്ട ഡ്രസ്സ് വേണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. ഐശ്വര്യരായനെ വേണമെന്ന് പറയാട്ടോ, അത് മാത്രം കിട്ടില്ല, ഇട്ട ഡ്രസ്സ് മാത്രം നമുക്ക് ചെയ്ത് തരാൻ പറ്റും. വെഡിങ്ങിനൊക്കെ ദീപിക പടുക്കൺ, കാരണം സെലിബ്രിറ്റീസിന്റെ വെഡിങ് ആണ് എല്ലാവരും നോക്കുക. പക്ഷെ ആ ഒരു റേഞ്ച് അവർക്ക് പറ്റൂലെങ്കിലും അവരുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഒക്കെ മാറ്റിയൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷെ ഒറ്റ ലുക്കിൽ കാണുമ്പോൾ സെയിം ആയിട്ട് റിപ്ലിക്ക ഇതിൽ വരുന്ന ഒരു കളക്ഷൻ ആയിട്ട് വരും അല്ലേ. അപ്പോൾ അൺസ്റ്റിച്ചിൽ തന്നെ ഇനി വർക്കുള്ളത്, ഇതിപ്പോൾ ഈ വർക്കുള്ളത് കൂടുതൽ കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ പെരുന്നാൾ വരികയാണ്. അപ്പോൾ അതിനാവശ്യമുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇത് വിത്ത് ബെൽറ്റ് ആയിട്ടാണ് വരുന്നത് അല്ലേ, ബെൽറ്റ് ഇതാ. പിന്നെ ഇത് ദുപ്പട്ട, പാൻറ് വരുന്നത് ഇത് അല്ലേ, അതാണ് പാൻറ് വരുന്നത്. ഇത് നല്ലൊരു നന്നായിട്ട് പോയ മീൻസ് ഈ ഒരു ഷെയ്ഡ് വളരെ എല്ലാവരും ചോദിച്ചു വരുന്ന ഒരു ഷെയ്ഡാണ്. പ്രത്യേകിച്ച് നമുക്കൊരു കളർ പറയാൻ പറ്റാത്തൊരു കളർ, ഒരു പിങ്കിൽ തന്നെ നല്ല ടൈപ്പ് പിങ്ക്, ആ ഒരു ഷെയ്ഡ്. നിങ്ങൾക്ക് കൂടുതൽ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടിട്ട് ആവശ്യപ്പെടുന്നവർ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ചില കളേഴ്സിനോട് ചിലർക്ക് ഭയങ്കര, പക്ഷെ അത് അവർക്ക് പറയാൻ പറ്റാത്ത കളേഴ്സ് ആയിരിക്കും. ഡൈ ചെയ്ത് കൊണ്ടുവരുന്ന കളർ, നമ്മൾ ഈ സെലിബ്രിറ്റീസ് ഒക്കെ ചില കളേഴ്സ് ഡൈ ചെയ്യും, അതിന് നമുക്ക് പുറത്തു പോയാൽ കിട്ടൂല. അപ്പൊ അങ്ങനത്തെ റെയർ കളേഴ്സ് നോക്കി പിടിച്ചു കൊണ്ടുവരും. എന്നിട്ട് അത് വേണമെന്ന് പറഞ്ഞാൽ അപ്പൊ ഇങ്ങനെ ഡൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ വർക്ക് ചെയ്ത് ഡൈ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു കടയും കൂടിയാണ് ഈ ഒരു ലവീസ്. നോക്കാൻ കുറേ ഉണ്ടാവും, നിങ്ങളെ ഇന്നത്തെ ദിവസം തീരൂല അത്ര കളക്ഷൻസ് വേണ്ടത്. അതായത് കാണുമ്പോൾ എല്ലാതും കാണിച്ചു കൊടുത്തില്ലെങ്കിൽ നമുക്കും ഒരു തൃപ്തിയില്ല. നമ്മള് കാണുമ്പോ ഇല്ല, പിന്നെ പെണ്ണുങ്ങളാണല്ലോ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്നോളും കണ്ട്. ഇതാ ഇതും ഫുൾ ഇങ്ങനെ വർക്ക് വരുന്നതാണ്. ഇതും ഒരു ഡിഫറെന്റ് കളർ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ലൈറ്റ് ഗ്രീൻ, ഒരു ഗ്രീനിൽ പെടും, ലൈറ്റ് ഭയങ്കര ലൈറ്റ് ഗ്രീൻ. അതിൽ ഇതാണ് കേട്ടോ പാൻറ് വരുന്നത്. അങ്ങനെ വർക്കുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ വർക്കുള്ളത് ഏതാ എടുക്കണ്ട. ഇപ്പൊ പറഞ്ഞ പോലെ ഹാൻഡ് പിക്ക് ആയിട്ട് ഏതെങ്കിലും പറഞ്ഞിങ്ങനെ, ഇത് ഡിജിറ്റലല്ലേ വരുന്നത്, അത് അടുത്ത ഒരെണ്ണം എടുത്തോ, ആ കളർ കൊടുത്തോ, ആ കളർ. ഇത് ഡിജിറ്റൽ മസ്ലിൻ, മസ്ലിൻ. പിന്നെ അതുപോലെ തന്നെ ഓർഗൻസയിലും വരുന്നുണ്ട് മസ്ലിൻ. അപ്പൊ നേരത്തെ കണ്ടതൊക്കെ നമ്മൾ ഷിഫോണിലായിരുന്നു കണ്ടത്, ജോർജറ്റിലായിരുന്നു കണ്ടത്. ഇത് വന്നപ്പോൾ മസ്ലിനിലായിട്ടോ വരുന്നത്. ഇതാ മസ്ലിനിൽ സിമ്പിൾ ആയിട്ടുള്ളത്, അതിൽ പാൻറ് വിത്ത് ദുപ്പട്ട. പിന്നെ ഇതിൽ വർക്ക് വന്നിട്ടുണ്ട്, ആ ഒരു സിമ്പിൾ സട്ടലായിട്ട് അത്ര കാണാത്ത വിധത്തിൽ ഡിജിറ്റലാണ് വരുന്നത് കേട്ടോ. ഇത് വരുമ്പോൾ ഓർഗൻസയില് ഇതൊക്കെ വിത്തൗട്ട് അയൺ ചെയ്യാണ്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, സുഖമായിട്ട് ഇടാം. പിന്നെ അത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ഒരു ക്വാളിറ്റി. ഇതൊക്കെ ഓർഗൻസയിലെ വർക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത് വർക്ക് എന്ന് പറയുമ്പോൾ കാണും അത്രയ്ക്ക് അങ്ങോട്ട് അറിയൂല, എന്നാൽ നല്ല ഭയങ്കര ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ വർക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ പാൻറ് വിത്ത് ദുപ്പട്ട, അങ്ങനെയാണ് ഇതിൻ്റെ. ഇതൊരു സെമി മൊഡാൽ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ആ ഹാൻഡ്ലൂമിൽ വരുന്ന മൊഡാലല്ല, പക്ഷെ ആ ഒരു മൊഡാലിന്റെ ഒരു ഫീൽ ഉണ്ടാവും. നമ്മളിട്ടൊരു പേരാ സെമി മൊഡാലിന്. നേരത്തെ പറഞ്ഞ പോലെ എഫോർട്ടബിൾ വേണമെന്ന് വെച്ചപ്പോൾ മോഡൽ തന്നെ വേണം. അതിൽ ഹൈ റേഞ്ചിൻ്റെ ഉണ്ട്, ലോ റേഞ്ചിൻ്റെ. അപ്പോൾ ലോ റേഞ്ചിൻ്റെ വേണമെങ്കിൽ ഇത് എടുത്താൽ നമുക്ക്, ഒരു സെമിയിൽ വേണമെങ്കിൽ അങ്ങനെയും എല്ലാവർക്കും പ്രീമിയം എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു ഡിജിറ്റൽ പ്രിന്റിൽ എംബോസ് പെയിന്റ് ഒക്കെ ചെയ്തിട്ട് സിമ്പിൾ ആയിട്ടൊരു മിറർ വർക്ക് നെക്കിൽ ചെയ്ത് അങ്ങനെ നല്ല ഡിജിറ്റലിൽ വരുന്ന ഡിജിറ്റലിൽ ഫുൾ വർക്ക് വന്നിട്ടല്ല. ഇതിന്റെയും കളറൊക്കെ ഭയങ്കര റയർ കളർ കേട്ടോ. അങ്ങനെ പറയാൻ ഇംഗ്ലീഷ് കളേഴ്സ് എന്ന് പറയും. അതെ, പറയാൻ പറ്റാത്ത ഒരു ഷെയ്ഡൊക്കെയാണ് വരുന്നത്. നല്ല അടിപൊളി ഷെയ്ഡുകളാണ് വരുന്നത്. ഇതിന്റെയും ഒരുപാട് വെറൈറ്റികളുണ്ട്. ഇനി പ്ലെയിനിലും വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതൊക്കെ ഡിജിറ്റൽ, ഓർഗൻസ, മോഡൽ. അത് കൂടാണ്ട് പ്ലെയിൻ വേണമെന്ന് വെച്ചാൽ പ്ലെയിനിലും വരുന്നുണ്ട്. വർക്ക് ഇങ്ങനെ കാണണം. ഇതാ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ പ്ലെയിൻ, അടിയിലേക്ക് പോകുമ്പോൾ ഫുൾ വർക്കാണ്. ഇതാ ഡിജിറ്റലിന്റെ വർക്ക് അല്ലേ. പക്ഷെ ഇതൊക്കെ അല്ലേ തയ്ച്ചു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഞങ്ങൾ മാനിക്യൂൻസിലൊക്കെ ഇടുമ്പോഴാണ് അധികം നമുക്ക് ഇത് അറിയാൻ പറ്റുന്ന നല്ല ഭംഗിയിൽ നിൽക്കണത് അല്ലേ. പിന്നെ കളറും നന്നായിട്ടുണ്ട് കേട്ടോ. ഇതായാലും ശരി, ഇതിന്റെ ദുപ്പട്ട ഇതൊക്കെ ശരിക്കും ഇങ്ങനെ യൂട്യൂബിൽ ഫുൾ ഇങ്ങനെ നിവർത്തി കാണിക്കും. ഇങ്ങനെ ഫുൾ വീഡിയോ ആയിട്ടുണ്ട്. പ്രോഡക്റ്റ് വീഡിയോയിൽ നമ്മൾ എല്ലാം പ്രോഡക്റ്റ് ഇതൊക്കെ പറഞ്ഞ് ലെങ്ത്തും വിഡ്ത്തും പറഞ്ഞു. അപ്പോൾ നമ്മൾ കാണിക്കാത്തത് പോലും ആ ഒരു ചാനലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് കാണാൻ പറ്റും. കാരണം ഇത് ഇത്രയും ഇരിക്കേണ്ട എല്ലാതും കാണിക്കാൻ എളുപ്പമല്ലല്ലോ നമുക്ക്. അതിൻ്റെ തന്നെ ഡിഫറെന്റ് കളർ ഷെയ്ഡാണ് കേട്ടോ ഈ കാണുന്നത്. ഏതാ എടുക്കേണ്ടതെന്ന് ഇപ്പോൾ കൺഫ്യൂഷൻ. നല്ല കളർ കോമ്പിനേഷൻ ആയിട്ട് സീ ഗ്രീനിൽ വരുന്നത്, സീ ഗ്രീനും ഐവറി മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡ്. എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. നമ്മൾ ഈ ഓയിൽ പെയിന്റ് എല്ലാം ചെയ്യില്ലേ, ഓയിൽ പെയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഷെയ്ഡ്സ് കൊടുക്കൂല, അതേപോലെ. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഇതൊക്കെ എന്ന് വെച്ചാൽ. ശരിക്കും പണ്ടൊന്നും നമ്മൾ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഷെയ്ഡിങ് ചെയ്യുന്നത് കളർ ചെയ്യുമ്പോൾ പണ്ട് ഒരു ലെഗിൻസും ഒരു ടോപ്പും കഴിഞ്ഞു. ഇപ്പൊ വെറൈറ്റിയാണ്, നമുക്ക് എന്ത് വേണമെങ്കിലും കിട്ടും. ഈ ഒരു തുണി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് എന്താ പറയാ, പൈസയും
നമുക്ക് എത്തിപ്പെടാനുള്ള ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാത്തായിട്ട് ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. എന്ത് ടൈപ്പ് വേണമെങ്കിലും കിട്ടും, കിട്ടുന്നതായിരിക്കും. ഇത് അടിപൊളിയാണല്ലോ. ഇത് അജ്രക്ക്, അജ്രക്കില് കാന്ത വർക്കാണ്, ഹാൻഡ് ആണ് കേട്ടോ, പ്രിന്റ് അല്ല, ഹാൻഡ് വർക്കാണ് കാന്തയിൽ ചെയ്തിരിക്കുന്ന വർക്ക്. ഇതാ യോക്കില് വന്നിരിക്കുന്ന ഇത് കാന്ത വർക്കാണ് കേട്ടോ, ഈ ഫുൾ ചെയ്തിരിക്കുന്നത്. പിന്നെ മിറർ വർക്കിൻ്റെയും ഡീറ്റെയിലിംഗ് ഉണ്ട്, നോട്ട് സ്റ്റിച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ പാൻറ് വരുന്നത് പ്ലെയിൻ, പിന്നെ ദുപ്പട്ടയിലും ഫുൾ വർക്ക് ഉണ്ട്. ഫുൾ ഇതൊക്കെ നമ്മൾ ഇൻഹൗസ് ആണ് ചെയ്തിട്ടുള്ള വർക്ക് അല്ല. കാരണം അജ്രക്കിന്റെ മെറ്റീരിയൽ നമ്മൾ പീസ് അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു സൈഡ് പാച്ച് കൊടുത്തിട്ട് ലേസ് ഒക്കെ പിടിപ്പിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ള ഇൻ ഹൗസ് വർക്കാണ് കേട്ടോ. ഇത് നമ്മളുടെ അടുത്ത് മാത്രമായിരിക്കും എക്സ്ക്ലൂസീവ് ആയിട്ട് ഉണ്ടാവുക, കാരണം നമ്മളുടെ ഒരു ഐഡിയയിൽ ചെയ്യുന്നതല്ല. പിന്നെ ഇതൊക്കെ കാണിക്കുമ്പോൾ ചിലർ കോപ്പി എടുത്തൊക്കെ ചെയ്യും, പക്ഷെ അതിന്റെ ക്വാളിറ്റിക്ക് മാറ്റം വരും. ഇതെല്ലാം പ്യുവർ അജ്രക്കാണ്. പ്യുവർ അതാ പറഞ്ഞ റേഞ്ച് കുറവിൽ അങ്ങനെ ക്വാളിറ്റി കുറവിൽ അങ്ങനെയും കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൽ അൺസ്റ്റിച്ചിൽ ഇപ്പോൾ ഈ കാണിച്ച ഇതിൽ തന്നെ സെയിമിൽ കുറേ കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സാണ് വരുന്നത്. അജ്രക്ക് നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നതാ, ഡെയിലി നമ്മൾ വീക്ക്ലി കളക്ഷൻ വന്നുകൊണ്ടിരിക്കും. അജ്രക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും ട്രെൻഡ് ആണല്ലോ, അങ്ങനെ മാറി പോണില്ല. അതിൽ ഒരുപാടുണ്ട് കേട്ടോ അജ്രക്കിൻ്റെ. ഇതൊക്കെ പാച്ച് വർക്കാണ്, കളർ ചേഞ്ചസ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിൽ കോട്ട ചെക്കിൻ്റെ ദുപ്പട്ട അങ്ങനെയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വരുമ്പോൾ നമുക്ക് കാന്തയിൽ പ്രിന്റ്, നേരത്തെ കണ്ടത് നമ്മൾ കാന്ത വർക്ക് സ്റ്റിച്ച് ആയിട്ടുള്ളതായിരുന്നു, ഇത് വരുമ്പോൾ പ്രിന്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ജയ്പൂർ കോട്ടന്റെ ആണെങ്കിൽ ജയ്പൂർ കോട്ടന്റെ ഉണ്ട്. ജയ്പൂർ കോട്ടൺ എന്താ മുകളില് അറ്റത്ത് കാണുന്നത് മൊത്തം ജയ്പൂരിന്റെ കളക്ഷൻ, ഫുൾ അൺസ്റ്റിച്ചിൽ വരുന്നതാണ്. കലങ്കാരി അറിയാലോ, വർഷങ്ങളായിട്ടുള്ള ട്രെൻഡാണ് കലങ്കാരി. ഇനി ആർക്കെങ്കിലും കലങ്കാരി വേണമെന്നുണ്ടെങ്കിൽ ഫാബ്രിക്സ് അവൈലബിൾ ആണ്, അതും ഉണ്ട്. ഇത് കലങ്കാരിയിൽ വരുന്ന ടോപ്പ്, അതും നമ്മളെ ഇൻഹൗസ് ആണ്, പാച്ച് വർക്ക് ആയിട്ട് ആപ്ലിക് വർക്ക് ഉണ്ടല്ലോ. ആപ്ലിക് വർക്കാണ് ഈ പോർഷനിൽ ഫുൾ ആപ്ലിക് വർക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ കാണുന്നത് മൊത്തം ഇതൊക്കെ നിങ്ങൾ ഓൺ ചെയ്യിപ്പിക്കുന്നതാണ്. നമ്മൾ ഈ കലങ്കാരി ചെയ്യുന്നവരടുത്ത് ഫാബ്രിക്സിൽ തന്നെ നമ്മൾ ഈ സെറ്റും കൂടെ ചെയ്യാൻ വേണ്ടി പറയും. ഓക്കെ. അപ്പോൾ പാൻറ് വരുന്നത് കോൺട്രാസ്റ്റ്, അതുപോലെ കലംകാരിയുടെ ദുപ്പട്ട ഫുൾ. ഇതൊക്കെ പ്യുവർ പ്രീമിയം കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. ഇത് കൂടാണ്ട് നമുക്ക് റെഡിമെയ്ഡ് വേണമെങ്കിൽ അങ്ങനെയുണ്ട്, സെപ്പറേറ്റ് മുറിച്ചെടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണെങ്കിൽ അങ്ങനെയുണ്ട് കേട്ടോ. കുറേ വെറൈറ്റികളുണ്ട്, കുറേ. ചേച്ചിമാർക്ക് പണിയായി ഇരുന്ന് മടക്കിക്കോ. അതിൻ്റെ തന്നെ കളർ ചേഞ്ച്, ആപ്ലിക് വർക്കിൽ തന്നെ കളർ ചേഞ്ച് വെറൈറ്റികളുണ്ട്. ഇനി സിമ്പിൾ വേണമെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ളതും ഉണ്ട് അല്ലെ. കോട്ടണിലാണ് ഇത് നമ്മുടെ ചുങ്കിടിയില്ല ബാന്തിനി, എന്റെ ഫേവറേറ്റാ. എന്റെയും ഫേവറേറ്റാ. എന്റെ എന്താ പറയാ 4ാം ക്ലാസ് 5ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് ഈ സംഭവം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കണതാ. ഇത് ഒരിക്കലും പോവില്ല, എന്താ പറയാ ഫാഷൻ ഔട്ട് ആവാത്തൊരു സാധനം. അതെ, ഇപ്പോഴും നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുറച്ച് കസ്റ്റമേഴ്സിന് ജസ്റ്റ് വിളിച്ചാൽ വന്നവർ എടുത്തങ്ങോട്ട് പോകും, അപ്പോഴേക്കും തീരും. വിളിച്ച ആള് വരുമ്പോഴേക്കും സാധനം തീർന്നിട്ടുണ്ടോ. ഇതിലെപ്പോഴും കളേഴ്സ് കൂടുതൽ പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ റെഡ്, യെല്ലോ, കോഫി കളർ, മെറൂൺ കളർ, അതൊക്കെ കൂടുതൽ കണ്ടിരിക്കുന്നത്. ഇതിന്റെ കളർ കോമ്പിനേഷൻ കേട്ടോ. അതില് 2-3 കളർ ഷെയ്ഡ് ഇപ്പൊ എപ്പോഴും സ്റ്റോക്ക് ആയിരിക്കും ഞങ്ങളടുത്ത്. റെഡിമെയ്ഡ് ഉണ്ടോ? ഇല്ല, റെഡിമെയ്ഡ് ഇല്ല. സ്റ്റിച്ചഡ് ആക്കാനായിട്ടുള്ളത്. ഇതൊക്കെ ഇങ്ങനെ ഫുൾ സ്ലീവ് ഒക്കെ തയ്പ്പിച്ചിട്ട് നല്ല ഫുൾ. ഇപ്പോഴത്തെ ക്ലൈമറ്റിന് നല്ല കംഫർട്ട് ആയിരിക്കും. അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ കാണുന്നത്. ഒക്കെ കോൺട്രാസ്റ്റ് ആണ് വരുന്നത്. ഇത് കോഫി കളറിലാണ് വരുന്നത്. ഇനി ബാന്തിനി, ഇത് കോട്ടൺ. ഇനി സിൽക്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ബാന്തിനിന്റെ സിൽക്കിലും ഉണ്ട്. എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, എല്ലാം റെഡിയാ. ഒന്ന് വിളിച്ചാൽ മതി, ഞാനുണ്ട് ഇവിടെ സിൽക്കിലാണിത്. പക്ഷെ സിൽക്കിനേക്കാളും കൂടുതൽ കോട്ടൺ ആയിരിക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ. പിന്നെ നല്ല മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് 1790 റേഞ്ച്. സിൽക്ക് പറയുമ്പോൾ പെട്ടെന്ന് 2000-3000 ആണെന്ന് വിചാരിക്കും. അതെ, അഫോർഡബിൾ ആണ്. അതെ, 1790 ആ റേഞ്ചിൽ. മറ്റേതൊക്കെ 1000 റേഞ്ച്, 900 എല്ലാ റേഞ്ചിന്റെ ഉണ്ട്. എന്ന് വെച്ചാൽ 750 തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. പിന്നെ എല്ലാത്തിനെയും നമ്മൾ റേറ്റ് പറയുന്നില്ല, റീറ്റെയിൽ ആണെങ്കിൽ പോലും. ഇനി റീറ്റെയിലിന്റെ റേറ്റ് ഒക്കെ അറിയണമെന്ന് വെച്ചാൽ ഇതൊക്കെ ഹാൻഡ് പിക്ക് ആണ്. നമ്മളിപ്പോ ഒരു തവണ ഒരാൾ എടുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ആ സംഭവം ഉണ്ടാവില്ല, പിന്നെ പറഞ്ഞു ചെയ്യിപ്പിക്കണം. അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് വിളിച്ച് സംസാരിച്ചോ, നിങ്ങളായി നിങ്ങളുടെ മുതലാളിയായി. നമ്മളെപ്പോഴും മാറ്റി കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ഓൾറെഡി കൊണ്ടുവന്ന സാധനം പിന്നെ റിപ്പീറ്റ് കൊണ്ടുവരില്ല, കാരണം നമുക്ക് റെഗുലർ കസ്റ്റമേഴ്സാ, പണ്ട് മുതലേ ഉള്ള കസ്റ്റമർ. അപ്പൊ ഈ വീക്ക് വരുമ്പോൾ ഇത് കണ്ട, അടുത്ത ആഴ്ച വരുമ്പോൾ ഇത് കണ്ടാൽ ഇത് ഞാൻ അന്ന് കണ്ടല്ലേ എന്ന് പറയും. അതുകൊണ്ട് നമുക്ക് അവരെയും സന്തോഷിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പുതിയ ഇപ്പോഴത്തെ ട്രെൻഡ് ഏതാണെന്ന് വെച്ചാൽ അതൊക്കെ. പിന്നെ 2 ഫ്യൂഷൻ ടൈപ്പും, കാരണം പുതിയ ട്രെൻഡ് ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും. അപ്പൊ ആ പഴയതും പുതിയതും മിക്സ് ആക്കി ഇപ്പൊ കലങ്കാരി ചെയ്തില്ലേ, അതുപോലെ മിക്സ് ചെയ്യണതാ. ഇനി ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ എന്താ ഇവിടുത്തെ വെറൈറ്റി ഉള്ളത്? കുറച്ചും കൂടെ വരുന്നത് ടെസർ. ഈ ഒരു സൈഡില് അങ്ങനെ ടെസറില് കുറെ പല വെറൈറ്റി. കാരണം ഞങ്ങളുടെ വീഡിയോസ് കണ്ടവർക്കറിയാം,
ടസറിൽ തന്നെ നമ്മൾ അജ്രക് പ്രിന്റ് ചെയ്തു. അതൊക്കെ ഭയങ്കര ടാസ്കാ. ടസറിലൊക്കെ അതിന്റെ വീഡിയോ ഭയങ്കര ക്ലിക്ക് ആയി നല്ല മൂവിങ് ആയിരുന്നു. കാരണം അജ്രക് പ്രിന്റ് കോട്ടണിലല്ല അധികം കാണുന്നത്. ഇത് ടസറാണ്, പ്യുവർ ടസർ സിൽക്കാണ്. അപ്പൊ ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ക്ലാം ഡിസൈൻ എന്ന് പറയും. നമുക്ക് പൊതുവെ മാനുഫാക്ചേഴ്സ് പറയും നമ്മളുടെ ഐഡിയാസ് അങ്ങനെ നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയരുതെന്ന്. കാരണം അവർ ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞു തരുന്നില്ല. എന്നാലും ഇതൊക്കെ ഒരു വെറൈറ്റി പ്രിന്റാ. ഇത് രീതി നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റൂല. കാരണം അല്ലെങ്കിൽ റെപ്ലിക്കാസ് അത് ചെയ്യും. അതെ, പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ് ടസർ എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്കറിയാം. പ്യുവർ ടസറിൽ പറയുമ്പോൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് വരുന്നത്. പ്യുവർ ടസറിനൊക്കെ നമുക്ക് നിങ്ങളെ നാട്ടിൽ നിന്ന് തൃശ്ശൂർ എറണാകുളത്തൊക്കെ ഭയങ്കര എൻക്വയറിയാ. എപ്പോഴും ആ ഒരു ടസറിൽ മലയാളികൾക്ക് എന്ന് പറയുമ്പോൾ ടസറിൽ അജ്രക്ക് മൂടാലി ഇതൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് ഹരാണ്. എറണാകുളം അവിടെ നിന്നൊക്കെ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ ടസർ. അപ്പൊ നമുക്ക് ഏറ്റവും നമ്മൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ആ റൂട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരാറ്. അപ്പൊ ടസറിൽ ഇത് പ്യുവറിൽ കേട്ടോ. കളറും നന്നായിട്ടുണ്ട്. കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു, അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. കാരണം പുതിയ പുതിയ കളർ കോമ്പിനേഷൻ കൊണ്ടുവരും. സപ്പോസ് ഇപ്പൊ ഇത് യൂസ് ചെയ്ത ആൾക്കാർക്ക് അടുത്ത കളർ എടുക്കണം എന്നുണ്ടെങ്കിൽ വേറെ കളർ എടുക്കാമല്ലോ. നമ്മൾ ഇട്ടത് വേറെ ഒരാൾ ഇടരുതെന്ന്. അതാണ് നമ്മുടെ അല്ലേ? അതെ, ശരിക്കും. അപ്പൊ പിന്നെ നമുക്കൊരു ആ ലുക്ക് പോയില്ലേ? അതെ, എപ്പോഴും സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് ഇങ്ങനെ നിൽക്കണം, വ്യത്യസ്തമായിട്ട് നിൽക്കണം. അപ്പൊ ഇതും ടസറിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. ടസറിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്നല്ലേ. ഇതൊക്കെ ദുപ്പട്ട എപ്പോഴും ഉണ്ടാവാൻ നമ്മളടുത്ത് എപ്പോഴും സ്റ്റോക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്. അതിൽ പ്രിന്റുകൾ മാറും കേട്ടോ. ടസറിനുള്ള ആ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ ടസർ ആയാലും മോഡലായാലും അജ്രക് ആയാലും ഇതൊക്കെ മെറ്റീരിയൽസ് എപ്പോഴും ഉണ്ടാവും. പക്ഷെ പ്രിന്റുകൾ അതിന്റെ വെറൈറ്റി ആ ട്രെൻഡ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ അത് ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിൽ തന്നെ ഇതൊക്കെ പിക്കോക്കിൽ വരുന്ന ഒരു ഷെയ്ഡ്, നിങ്ങളുടെ യൂണിഫോം കളർ. ടസറിൽ ഇതൊക്കെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആ ഒരു ഇതിലാണ് വരുന്നത്. പിന്നെ അതൊക്കെ ഡ്രൈ ക്ലീനിങ് ഡ്രൈ ക്ലീൻ തന്നെ, ഡ്രൈ ക്ലീനിങ് ആ പാടുള്ളൂ. ടസറിൽ ഇത് ദുപ്പട്ട അങ്ങനെ. ഇത് ടസറിൽ തന്നെ ഒരുപാടുണ്ട്. ഇതൊക്കെ ഇത് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു വെറൈറ്റി പ്രിന്റ് എന്ന് പറഞ്ഞില്ലേ. ഇതിന്റെ ഒത്തിരി കളേഴ്സ് ലൈറ്റ് ഷെയ്ഡിലും ഡാർക്ക് ഷെയ്ഡിലും വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അവതരിപ്പിക്കുന്നത് ആരാ? ഞാൻ തന്നെ. അതെ, ഓൾ ഇൻ വൺ. ശരി. കാരണം വീഡിയോ എടുക്കാൻ ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യും, പുറകിൽ നിന്ന് ഇങ്ങനെ പിടിച്ചൊക്കെ തരും. ബാക്കി ഇങ്ങനെ എന്താ പറയുക, നാടോടുമ്പോ നടുവേ ഓടണം. അതെ. അപ്പൊ ഇപ്പൊ എല്ലാരും ഒരു ഓൺലൈൻ ട്രെൻഡ് വന്നപ്പോ ഞങ്ങൾ അതിലേക്ക് വന്നു. ശരിക്കും ഞങ്ങൾക്ക് അറിഞ്ഞിട്ടൊന്നുമല്ല, എന്തല്ലോ ചെയ്ത് കാട്ടിക്കൂട്ടി. പക്ഷേ റീച്ച് ആവുന്നുണ്ടല്ലോ നന്നായിട്ട്. ഇത് ദുപ്പട്ട അല്ല പാന്റ്, ഇത് ദുപ്പട്ട കേട്ടോ. ഇത് ഒരു വെറൈറ്റി അല്ലേ? അതന്നെ, ഒരു മാർബിൾ ഷെയ്ഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മാർബിളിന്റെ ഒരു പ്രിന്റ് പോലെ കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. ടസറിൽ തന്നെ നല്ല നല്ല കളക്ഷൻസ് നമ്മള് പേസ്റ്റലിലും ഡാർക്ക് ഷെയ്ഡിലും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലിപ്പോ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇതിന്റെ പേസ്റ്റലൊക്കെ വേണമെന്നാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യും. ഓക്കെ, ഇൻ ഹൗസ് ആണ് നമ്മൾ സ്വയം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കളർ കോമ്പിനേഷൻ ഒക്കെ നമ്മൾ അത്ര ലൈറ്റിൽ വേണമെങ്കിൽ ലൈറ്റിൽ. ഇത് റോസ് സിൽക്കിൽ വരുന്നതാണ്. ഇതാണ് റോസ് സിൽക്ക്. കാരണം ഈ ഫംഗ്ഷനൊക്കെ ചിലർ സാരി യൂസ് ചെയ്യാൻ മടിയുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവരൊക്കെ കുറച്ച് പ്രീമിയം ആയിട്ട് വെഡിങ്ങിനും പാർട്ടീസിനൊക്കെ ഈ ടസർ റോസ് സിൽക്കൊക്കെ ചോദിച്ചിട്ടാണ് വരിക. അതിന്റെ ദുപ്പട്ട കോൺട്രാസ്റ്റ് അല്ലേ? ദുപ്പട്ട കോൺട്രാസ്റ്റ്. ഇതും ലൈറ്റ് വെയിറ്റിൽ തന്നെ വരുന്നത് എല്ലാതും റോസ് സിൽക്കിൽ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നതാണ്. ഇനി ഇതില് ലൈറ്റ് ഷെയ്ഡിൽ തന്നെ ഇത് ടസറിൽ കേട്ടോ. ഇത് ടോപ്പ് പാന്റ് വിത്ത് ദുപ്പട്ട. ദുപ്പട്ട ഒക്കെ ലൈറ്റ് ഭയങ്കര സോഫ്റ്റ്. ഇട്ട് വരുമ്പോഴേ നമുക്ക് അങ്ങനെ ഒന്നും ഇടാത്ത ഒരു ഫീലിംഗ് നമുക്ക് ആ ഒരു ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. അടുത്ത വ്ളോഗിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇടണം കേട്ടോ. മോഡൽ വേണമെങ്കിൽ മോഡൽ, ടസർ നമ്മൾ റെഡി ആവുന്ന എല്ലാത്തിലും അല്ലേ. നമുക്ക് അങ്ങനെ കിട്ടിയത് അപ്പം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ. അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ, നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞു. ഇതിപ്പോ വെച്ചാൽ നമ്മള് ഇൻഹൗസ് പ്രൊഡക്ഷനിൽ തന്നെ പാർട്ടി വെയർ ആയിട്ട് ചെയ്തതാ. മീൻസ് കോൺട്രാസ്റ്റ് ആയിട്ടും സിംഗിൾ ഷെയ്ഡിലൊക്കെ ചെയ്യുന്നതാണ്. ഫുൾ ഹാൻഡ് വർക്ക് ആണ്. ഹാൻഡ് വർക്ക് ജാക്കറ്റിൽ ഫുൾ ലെങ്ത് ഗൗണ്, അതിന്റെ കൂടെ ഒരു ജാക്കറ്റ്. അപ്പൊ സപ്പോസ് ചിലർ പറയണാണ് റെഡിന് നേവി ബ്ലൂ ആണ്, റെഡിന് ബ്ലാക്ക് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കും. മിക്സ് മാച്ച് ആയിട്ട് ചെയ്യും. ഇപ്പൊ ഈ സെയിം കളർ വേണമെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുൾ വർക്കാണ്. ഒരു പാർട്ടി വരുന്ന നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ സാരിയും വേണ്ട, കുർത്തീസും വേണ്ട, ഒന്നും വേണ്ട, കുറച്ച് ഡിഫറെന്റ് ലുക്ക് വേണമെന്ന് വെച്ചാൽ സിമ്പിളാണ്. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യും സിമ്പിൾ. പുറമെ കാണുന്നവർക്ക് അങ്ങനെയല്ല, കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ഇതൊരു അടിപൊളി ആയിട്ടാണ്, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടിയാണ്. കുറേ ഐറ്റംസ് ഉണ്ട്. കുറേ ഐറ്റംസ് ഇതൊക്കെ കാണാൻ ദിവസം തീരും. എപ്പോ കാണിക്കാൻ വേഗം. ഇതൊക്കെ ടസറിൽ കേട്ടോ. നമുക്ക് അജ്രക് പ്രിന്റ് എന്ന് പറഞ്ഞില്ലേ, അതാണ് അജ്രക് പ്രിന്റ്. ഇതാ
ടെസറിൽ ചെയ്തത്. ഇത് ഞങ്ങൾക്ക് വീഡിയോക്ക് ഭയങ്കര വ്യൂസ് ഉണ്ടായിരുന്നു, നല്ല എൻക്വയറി ആയിരുന്നു. ടെസറിൽ അല്ലേ? ടെസറിൽ കോൺട്രാസ്റ്റ് അജ്രക്ക് പ്രിന്റ് ആണ് ടോപ്പിൽ വരുന്നത്. ഇത് പാൻറ്. ഇതിന് തന്നെ ഒരുപാട് ഉണ്ട് കേട്ടോ. ഇത് ബാഗ്രു പ്രിന്റ് ടെസറിൽ. അതിൽ കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡ്, അടിപൊളി ഷെയ്ഡ് കേട്ടോ. എന്തായാലും ഷെയ്ഡുകളും നന്നായിട്ടുണ്ട്. ഇത് ദുപ്പട്ടൊക്കെ എങ്ങനെയല്ലേ, ഭയങ്കര എങ്ങനെ ക്രഷ് ആവില്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, ക്രഷ് ആവില്ല. എങ്ങനെ അയൺ ചെയ്തില്ലേലും അങ്ങനെ കിടന്നോളൂ. അങ്ങനത്തെ ഒരു മെറ്റീരിയൽ. ലാവെൻഡറിൽ വേണമെങ്കിൽ, ലാവെൻഡർ എപ്പോഴും എല്ലായിടത്തും കാണാത്തൊരു ഷെയ്ഡ്. അതിൽ ഇത് ഈ ഒരു കളർ, ഐവറി കളറിൽ. പിന്നെ ദുപ്പട്ട വരുമ്പോൾ നമുക്ക് ഈ സെയിം കളറിൽ. ഇതാ നല്ല മെറ്റീരിയൽ വൈസ് ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ടെസർ ഇതൊക്കെ പ്യുവറിലാണ് വരുന്നത്. സെമി വേണമെങ്കിൽ സെമിയും ഉണ്ടല്ലേ? സെമി ടെസർ ഉണ്ട്. സെമി ടെസർ ഒരു ജസ്റ്റ് അത് പെട്ടെന്ന് കാണുമ്പോൾ ലുക്ക് ടെസർ ആയിരിക്കും, പക്ഷെ അത് ടച്ച് ചെയ്താലും പെട്ടെന്ന് മനസ്സിലാ. ഇത് കണ്ട ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ടെസറാന്ന് തോന്നും, പക്ഷെ ടച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഫീലിംഗ് നമുക്ക്. പിന്നെ ആരും നമ്മുടെ മേത്തൊന്നും മെക്കെട്ട് കയറാൻ വരുന്നില്ലല്ലോ. നമ്മളിപ്പോ കല്യാണത്തിനൊക്കെ പോകുമ്പോ ആ ഒരു സ്റ്റാൻഡേർഡിൽ ഇങ്ങനെ നിന്നാ മതി, പെട്ടെന്ന് ടെസറാന്ന് തോന്നും. അപ്പൊ അങ്ങനെ പുറമേ കാണുമ്പോൾ നമുക്ക് ഇതിട്ടാലും അതിട്ടാലും രണ്ടും ടെസർ തന്നെയാണ് കേട്ടോ. പക്ഷെ നമുക്ക് തൊടുമ്പോൾ ആ ഫീലിംഗ് നമുക്ക് മനസ്സിലാവും സെമി ഏതാണോ ഒറിജിനൽ ഏതാന്നുള്ളത്. അതിനൊരു ഫീലിംഗ് വേറെ തന്നെയാണ്. ഇതൊക്കെ ആകുമ്പോൾ സെമിയിൽ ടെസർ വരുന്നതാണ് കേട്ടോ. 2000 റേഞ്ചിലൊക്കെ വരുന്നത് ഇതില്ലേ? ഓക്കെ. ഇതും സെമി ടെസറിൽ. ഇതൊക്കെ ഉണ്ട്, പെട്ടെന്ന് കാണുമ്പോൾ എംബ്രോയിഡറി ഉണ്ടാവും, പക്ഷെ പ്രിന്റാണ്. പ്രിന്റില് ഇതില് ദുപ്പട്ട കാന്ത സ്റ്റിച്ചിന്റെ ഒരു സ്റ്റൈലല്ലേ? അതെ. പക്ഷെ പ്രിന്റാണ്, ഫുള്ള് പ്രിന്റ്. ഓപ്പൺ ആക്കി നിങ്ങളൊരു ഫംഗ്ഷന് വൺ സൈഡ് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ഹാൻഡ് വർക്ക് ചെയ്ത ദുപ്പട്ടയ്ക്ക് ഇട്ടിട്ടാ വന്നേക്കണേന്നുള്ളൊരു ചിന്തയായിരിക്കും. അടുത്തേക്ക് വരുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. അടുത്തേക്ക് ആരും വെട്ടിക്കണ്ട. അത്ര ലെങ്ത് വിട്ട് വരുന്ന ദുപ്പട്ട ഉണ്ടോ? അത്രയ്ക്കും വലിപ്പം ഉണ്ടെന്നല്ലേ? അല്ല, അത് പൊതുവേ നമ്മൾ എന്താ വെച്ചാല് എപ്പോഴും നമ്മളൊരു ചുരിദാറിന്റെ അല്ലെങ്കിൽ ഒരു സൽവാർ സെറ്റിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ അതിന്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ട ഫുൾ ലെങ്ത് വേണം. ദുപ്പട്ട ലെങ്ത് ഉണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഭംഗി. അത് ഹൈറ്റ് കുറഞ്ഞ ആളാണെങ്കിലും ഹൈറ്റ് ഉള്ള ആൾ, ആ ദുപ്പട്ടേന്റെ ലെങ്ത് ഇല്ലെങ്കിൽ കംപ്ലീറ്റ് ഡ്രസ്സിന്റെ ഭംഗി പോയി. അതുകൊണ്ട് ഞാൻ എടുക്കുന്നത്, ഇനിയിപ്പോൾ സപ്പോസ് നല്ലൊരു ട്രെൻഡി സാധനമാണെങ്കിൽ ദുപ്പട്ടയ്ക്ക് ലെങ്ത്തിൽ ഞാൻ എടുക്കൂല, പർച്ചേസ് ചെയ്യാറേ ഇല്ല. കാരണം നമ്മൾ ഏത് ഡ്രസ്സ്, ഇപ്പം നിങ്ങളിവിടെ 750 ഡ്രസ്സ് നോക്കിയാലും ലെങ്ത് 2.5 ആയിരിക്കും. കാരണം നമ്മൾ 2 സൈഡ് ഇട്ടാലും 1 സൈഡ് ഇട്ടാലും ഒരു ലുക്ക് വരുമ്പോൾ ആ ഡ്രസ്സ് മൊത്തം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കാണുന്ന ഒരു ലുക്ക് ഉണ്ടല്ലോ, അത് ആ ദുപ്പട്ടയാണ് മെയിനായിട്ട്. ഏത് ഡ്രസ്സ് എടുത്താലും ഇതൊക്കെ പറഞ്ഞു എവിടേക്കാ വരേണ്ടതൊക്കെ മേടിക്കാൻ കണ്ണൂർ വരണം. കണ്ണൂർ എവിടെ സ്ഥലം പറഞ്ഞു കൊടുക്കുക? കണ്ണൂർ തളാപ്പ് AKG ജംഗ്ഷനിൽ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ദൂരം ഒരു വിഷയമല്ല. കാരണം നമ്മൾ പ്രൊഡക്റ്റ് വീഡിയോ എടുത്തു കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഇനി അതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി, ഞങ്ങൾ ഓൺ ദ സ്പോട്ട് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടി ഞങ്ങൾ വെബ്സൈറ്റ് നെക്സ്റ്റ് വീക്ക് തന്നെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ കൂടുതൽ മാനുവലി ഇന്ററാക്ട് ചെയ്യാതെ പെട്ടെന്ന് അവർക്ക് പർച്ചേസ് ചെയ്യാനും കുറച്ചും കൂടെ ഈസി ആണ്. അതിൽ തന്നെ പർച്ചേസ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ റേറ്റ് വ്യത്യാസം വരും വെബ്സൈറ്റിൽ നിന്ന്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാരണ ഇതിലും വ്യത്യസ്തമായിട്ട് ഓൺലൈനിലും ഷോപ്പിലും സെയിം റേറ്റ് ആണ്. അതാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. ഓൺലൈനിലായാലും ഷോപ്പിലായാലും അത് എപ്പോഴും നോക്കണം. എല്ലാവർക്കും അതൊരു ഡൗട്ടാണ്, ഓൺലൈനിൽ കണ്ടിട്ട് ഷോറൂമിൽ വരുമ്പോൾ റേറ്റ് ഡബിൾ ആയിരിക്കുമെന്ന്. പക്ഷെ അതില്ല. കാര്യം എന്ന് വെച്ചാൽ അത് നമുക്കൊരു എന്താ പറയുക, നമുക്കതൊരു ഇതുപോലൊരു മനസ്സിലൊരു കുത്താ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കസ്റ്റമേഴ്സ് ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈൻ കൊടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് വരും. സപ്പോസ് ഔട്ട് ഓഫ് കേരള വരുമ്പോൾ ഒരു 150-200 വരും. അപ്പം ഞങ്ങൾ എന്താ ചെയ്യുന്നത്, ഷോറൂമിൽ ആ 200 ലെസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. മീൻസ് സപ്പോസ് ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് 1500 ആണെങ്കിൽ ഓൺലൈൻകാർക്ക് ഞങ്ങളതൊരു 1400 ആയിരിക്കും കൊടുക്കുക. കാരണം അവരെ ഷിപ്പിംഗ് വരുമ്പോൾ അവർക്ക് കറക്റ്റായി. ഷോറൂമിൽ 1500, കാരണം ഡയറക്റ്റ് വന്ന് എടുക്കണല്ലേ. അങ്ങനെ കുറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. കാരണം വെച്ചാൽ ഒന്ന് നമ്മൾ ഓൺലൈൻ ചെയ്യുമ്പോൾ പബ്ലിക്കാണ്, ലക്ഷങ്ങൾ ആരൊക്കെ നമ്മൾ കാണുന്നതെന്ന് പറയാൻ പറ്റൂല. നമ്മൾ പറയുന്ന വാക്കുകളെല്ലാം കറക്റ്റ് ആയിരിക്കണം. അപ്പൊ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും എല്ലാത്തിലും അങ്ങനെ തന്നെയാണോ? എന്ന് വെച്ചാൽ ഇപ്പൊ ഇതായാലും സാരീസ് ആയാലും എല്ലാറ്റിലും അങ്ങനെ തന്നെ. ജസ്റ്റ് ആ ഒരു 150, 200, 250 മാക്സിമം ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. അവിടെ നമ്മൾ ഷിപ്പിംഗ് ചെയ്യുമ്പോൾ എന്തായാലും ചോദിക്കും നിങ്ങൾ ഔട്ട് ഓഫ് കേരള ആണോ എന്ന്. കാരണം ബോംബെ, മഹാരാഷ്ട്ര അവിടെയൊക്കെ വരുമ്പോൾ 250 വരും, എക്സ്ട്രാ വരും. ചിലപ്പോൾ അതിൽ കൂടും, പക്ഷെ അത് നമ്മൾ എടുക്കാറില്ല. കസ്റ്റമർ അടുത്ത് വാങ്ങിയാൽ ബാക്കി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾ ആദ്യം മേടിക്കൂ, ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യൂ, എന്നിട്ട് രണ്ടാമത്തെ പർച്ചേസിംഗിന് നമുക്ക് അങ്ങോട്ട് കൂടെ അഡ്ജസ്റ്റ് ചെയ്യാന്നല്ല വിശ്വാസം. അതാണല്ലോ. ഇത് ആരുടെ ഡയലോഗായിരുന്നു? ഷോ അടുത്തത് നോക്കാം. നമുക്ക് ഇനി റെഡി ടു സ്റ്റിച്ച് അല്ല റെഡിമെയ്ഡ് കഴിഞ്ഞു കഴിഞ്ഞ് റെഡി വെയറിനുള്ള പാർട്ടി വെയറിലൊക്കെ വരുന്നത്. പാർട്ടി വെയറിൽ അപ്പം ഇനി പാർട്ടി വെയറിലുള്ള ഇത് ചിനോൺ ഫാബ്രിക്കിലാണ് കേട്ടോ വരുന്നത്.
ഇത് ഫുൾ അനാർക്കലി സ്റ്റൈല് ആലിയക്കട്ട്. അതിൽ ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ പറയുമ്പോൾ നല്ല മെറ്റീരിയലാണ്, ഫുൾ സ്ലീവാണ് ഇത് വരുന്നത്, നല്ലൊരു ഷെയ്ഡ്. അതിൽ പാൻറ്റ് വിത്ത് ദുപ്പട്ട, പാൻറ്റും നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ, സിൽക്കിൽ വരുന്നതാണ്. ഷിഫോണിൻ്റെ ദുപ്പട്ട വിത്ത് സമൂസ ലേസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന് ഓരോരോ വെറൈറ്റികളാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. ഇത് വരുന്നത് മസ്ലിൻ സിൽക്കിൽ വീനെക്ക് വിത്ത് ലൈനിങ് ആണ്, ലേസ് വിത്ത് ലൈനിങ്. അതിൽ ദുപ്പട്ട വരുന്നത് ഇത് ബോട്ടം വന്നിരിക്കണ പെൻസിൽ പാൻറ്, ദുപ്പട്ട വന്നിരിക്കുന്നത് ഓർഗൻസ. സിമ്പിൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ, അധികം വർക്ക് ഒന്നും വേണ്ട, ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പാർട്ടി വെയർ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ഇത് സെലക്ട് ചെയ്യാം. ഓക്കെ. ഇത് വീനെക്കാണ് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള. ഇപ്പൊ സപ്പോസ് പറയണം കുറച്ച് നമുക്ക് ഹാൻഡ് വർക്ക് ഒക്കെ വേണമെന്ന് പറയുകയാണെങ്കിൽ ഹാൻഡ് വർക്ക് ചെയ്ത ഐറ്റംസും ഉണ്ട്. പക്ഷെ എല്ലാറ്റിന്റെയും സിംഗിൾ പീസ് ആയിരിക്കും, കളർ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഹാൻഡ് പിക്ക് ആണ് കേട്ടോ. ഇത് സിംഗിൾ സ്ട്രൈറ്റ് കുർത്തിയാണ്, യോക്കിൽ അത്യാവശ്യം വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ കാണുന്നത് ഫുൾ ഇത് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ, ഈ കാണുന്നത് മൊത്തം. അതിൽ സ്വീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് വർക്കും എല്ലാം കൂടെ. പിന്നെ പാൻറ്റിൻ്റെ എൻഡിലും ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, ലേസിൻ്റെ. ദുപ്പട്ട വരുന്നത് ഷിഫോണിലാണ് കേട്ടോ. ഇതാ ഇനിയിപ്പോൾ സപ്പോസ് പേസ്റ്റൽ ഷെയ്ഡ് വേണമെന്ന് പറയുകയാണെങ്കിൽ പേസ്റ്റൽ ഷെയ്ഡിൽ എല്ലാം പ്യുവർ സിൽക്കിൽ വരുന്നതാണ്. സിൽക്കിൽ ക്വാളിറ്റി ഫുള്ള്, കാരണം നമ്മളൊരു 100 രൂപ കൂടിയാലും ശരി ക്വാളിറ്റി വിട്ടുള്ള കളിക്കില്ല. 100 രൂപയായാലും നമുക്കൊരു സമാധാനം, നല്ല സാധനം കൊടുത്തു. നമുക്ക് ഒരു സാധനം വാങ്ങിക്കാൻ നമുക്ക് അത്യാവശ്യം ഇടണ്ടേ, ഒരു ദിവസം ഒറ്റ പ്രാവശ്യം ഇടാനല്ലല്ലോ. അതെ. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അടുത്തുള്ള സാധനം അവർക്ക് മാക്സിമം അവരെ പൈസക്ക് വേർത്താവണം. മീൻസ് ഒരു 2000 അല്ലെങ്കിൽ ഒരു 4000 ഇട്ട് കീറി കളഞ്ഞു. ഇതെന്താ ആനയായിരിക്കണേ? ആനയുടെ വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് ജെറോസ്കി ഡയമണ്ടിന്റെ വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഫുൾ ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് മൊത്തം, അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പക്ഷെ കാണാൻ നല്ല ലുക്ക് ഉണ്ട്. പേസ്റ്റൽ കളറിൽ പേസ്റ്റലിൽ തന്നെ വരുന്ന ത്രെഡ് വർക്ക് ആയിട്ട് അത്യാവശ്യം വർക്കും ഉണ്ട്, ഹാൻഡ് വർക്കാണ് ഫുൾ. അതില് ദുപ്പട്ട ഓർഗൻസ, സോഫ്റ്റ് ഓർഗൻസയിൽ ആ ദുപ്പട്ടയിലും ബീഡ്സ് ഒക്കെ ഉണ്ട്. ഇതും ഹാൻഡ് വർക്ക് ആയിട്ട് തന്നെ ചെയ്യുന്നതാണ്. സൈഡിൽ അല്ലേ ബീഡ് വർക്കും. പിന്നെ ഇതും ഹാൻഡ് വർക്കാണ് കേട്ടോ ഫുൾ വന്നിരിക്കുന്നത്. പാൻറ് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലെയിൻ സിഗരറ്റ് പാൻറ്റാന്ന് തോന്നുന്നു. അപ്പോൾ ബീഡ്സ് വർക്ക് ഇഷ്ടമല്ല, ത്രെഡ് വർക്ക് മാത്രമാണെന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് ത്രെഡ് വർക്ക് മാത്രമായിട്ട് വരുന്നത്. ഇത് ഫുൾ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ. ഈ കാണുന്ന പൂക്കൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത്. അതിൽ എംബ്രോയ്ഡറി വർക്ക്, കൂടുതൽ ഹാൻഡ് വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് മൊത്തം. എംബ്രോയ്ഡറിയുടെ ഒരു സംഭവമില്ല. അതിൽ പാൻറ്റിൻ്റെ അടിയിലും വർക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ സെയിം ഹാൻഡ് വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ദുപ്പട്ട ഓർഗൻസയിൽ ഫുൾ ഇങ്ങനെ ഹാൻഡ് വർക്ക് ഇങ്ങനെ. അപ്പോൾ പേസ്റ്റൽ വേണമെങ്കിൽ പേസ്റ്റൽ, അങ്ങനെ ഏത് ഇത് വേണമെങ്കിലും ഉണ്ടെന്ന്. ഇത് അടിപൊളി കളറാണല്ലോ, നല്ലൊരു കളർ, ഒരു ലൈം ഷെയ്ഡാ, ഐവറി, ഗ്രീനാ, എന്ത് വേണമെങ്കിലും. അത് കോമന്റിൽ അവർ പറയട്ടെ ഏതാ കളർന്ന്. അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ലെമൺ യെല്ലോന്റെ വളരെ ലൈറ്റ് അല്ലേ? ലൈറ്റാ, വളരെ ലൈറ്റ്. ഐവറി അല്ല, ലെമൺ യെല്ലോനേക്കാളും ഭയങ്കര ലൈറ്റ് ഷെയ്ഡ് എന്നാണ് പറയാ. ഇതില് കോളറിലാണ് ഫുൾ വർക്ക്, ഒരു കോളർ ടൈപ്പാണ്. അതിൽ ഹെവി വർക്കാണ് ഫുൾ കൊടുത്തിരിക്കണം കണ്ടോ. പിന്നെ കളർ കോമ്പിനേഷൻ കളർ നന്നായിട്ടുണ്ട്. അതിൽ ഒരു പിങ്ക്, ഒരു എംബ്രോയിഡറിന്റെ കളറിൽ വരുന്ന ദുപ്പട്ട നല്ല ലൈറ്റ് പേസ്റ്റൽ പിങ്കിൽ വരുന്ന. കുറച്ച് നെക്കിന് വ്യത്യാസം വേണമെന്ന് വെച്ചാൽ കുറച്ച് നെക്കിന് അങ്ങനെ ഡീറ്റെയിലിംഗ് വേറെ വേണമെന്ന് വെച്ചാൽ അങ്ങനെ. അതിൽ പാൻറ് വരുന്നത് ഇത് ബോട്ടം വരുന്നത് കളർ എന്ന് പറയാം വേണമെങ്കിൽ. അവർ കാണിച്ചു ചെയ്താൽ അത് കോമന്റ് സെക്ഷനിൽ അവരാ പറയട്ടെ, അവര് തീരുമാനിക്കട്ടെ ഇത് ഏതാ കളർ എന്നുള്ളത് അല്ലെ. അതായിരിക്കും നല്ലത്. കളേഴ്സ് അങ്ങനെയാണ്. ചിലത് നമുക്ക് തന്നെ ഒരു ഏത് കളറാന്നുള്ള ഒരു കൺഫ്യൂഷൻ. ഇതും മസ്ലിൻ ടൈപ്പിലൊക്കെ വരുന്ന മസ്ലിൻ്റെ വീനെക്ക്. അതിൽ അത്യാവശ്യം നെക്കിൽ വർക്ക് വന്നിട്ടുണ്ട്. ഫുൾ ഡിജിറ്റൽ പ്രിന്റിൽ പാൻറ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത്. അതിൽ ദുപ്പട്ടയിൽ ഓർഗൻസയിൽ വരുന്ന ദുപ്പട്ട ഫുൾ വർക്ക് വന്നിട്ടുണ്ട് അല്ലേ. സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു പാർട്ടി വെയർ ലൈറ്റ് സട്ടൽ ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. സൈഡിൽ ഇങ്ങനെ ടെസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ സിംഗിൾ ആയിട്ട് കിട്ടൂട്ടോ. ഏതാ വേണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ചോദിച്ചോ അല്ലേ, കാരണം ഹാൻഡ് പിക്ക് ആണ്. ഇത് പിന്നീട് ചോദിച്ചാൽ വേറെ കളർ ഉണ്ടാവില്ല. ഇല്ല, ഇതൊക്കെ സിംഗിൾ ഷെയ്ഡിൽ മാത്രം. ഇത് ബനാറസി ടൈപ്പിൽ വരുന്ന, ബനാറസിയിൽ ഇങ്ങനെ ഹാൻഡ് വർക്ക് ആയിട്ടുള്ള. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഫുൾ വീവിങ് വന്നിട്ടുണ്ട്, അടിയിലും വീവിങ് വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പാച്ച് വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് വർക്ക്. ഇതിന്റെ മെറ്റീരിയലും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കിൽ വരുന്ന മെറ്റീരിയൽ. ഇത് ബോട്ടം നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് ഇൻഹൗസ് ആണ് ഇതെല്ലാം.
ബോട്ടത്തിന് വരെ ലൈനിങ് ഇട്ടിട്ടുണ്ട്. കാരണം ചിലർക്ക് ട്രാൻസ്പെറന്റ് ആണെന്നുള്ളൊരു അത്ര ഞങ്ങൾ മൈന്യൂട്ട് കാര്യങ്ങൾ നോക്കി ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞു തരുന്നത്. അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം. പിന്നെ പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആയിരിക്കും. പിന്നെ എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്ക് തൈ പോർഷൻ ചിലതൊക്കെ ഭയങ്കര ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് അങ്ങനെയില്ല, നല്ല വിരിവോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലീറ്റൊക്കെ ഇട്ടിട്ട് നല്ല അത്യാവശ്യം ആ ഭാഗമൊക്കെ ലൂസായിട്ട് കിടക്കും കേട്ടോ. ഷിഫോണിൽ വരുന്ന അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഇതൊക്കെ ഫുൾ പാർട്ടി വെയർ ഒരു പ്രീമിയം കളക്ഷനിൽ. അടുത്തത് ലൈം ഷെയ്ഡിൽ തന്നെ യെല്ലോ ഷെയ്ഡിൽ റോസ് ഗോൾഡിൻ്റെ വർക്കാണ് മൊത്തം ഓവറോൾ വന്നിരിക്കുന്നത്. ഫുൾ ആ ഒരു കോട്ടിങ്ങിൻ്റെ വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ബനാറസി സ്കേർട്ടില് അത് ശരിക്കും ഇട്ട് വരുമ്പോൾ അതിന്റെ ഭംഗി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊക്കെ. അതെ സ്കേർട്ട് അതും അത്യാവശ്യം വരുമുണ്ട് കേട്ടോ. ഫുൾ ഫ്ലെയർ ആയിട്ട് ഫ്ലെയർ. പിന്നെ ദുപ്പട്ട ഇത് ബനാറസിയുടെ ആണ്. അത്യാവശ്യം ഫീൽ ചെയ്യണ്ട ഒരു സോഫ്റ്റ്നെസ്. ഇത് ചെറിയൊരു ഹെവി ഉണ്ട്. പാർട്ടി വെയറിൽ ദുപ്പട്ട ഇങ്ങനെ. അപ്പോൾ ഈ പാർട്ടി വെയർ മാത്രമേ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളത് കാണിക്കാൻ വലുതുണ്ടോ? സിമ്പിൾ. ഇതും ജസ്റ്റ് ഒന്ന് കണ്ടോ, ഇത് ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിൽ വരുന്നത്. ഇത് ബ്ലൗസ് മീൻസ് ഒരു ക്രോപ്പ് ടോപ്പ്. ഇനി സപ്പോസ് ആർക്കെങ്കിലും ഹാൻഡ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതിനുള്ള മെറ്റീരിയൽ ഉണ്ട്. ഓക്കെ. അത് ടോപ്പ്. ഇത് ഇതുണ്ടോ പലാസോ ടൈപ്പ് സ്കേർട്ട് ടൈപ്പിൽ വരുന്ന ഇത് ഇങ്ങനെ. പിന്നെ ഇതിന്റെ കൂടെ ഒരു ജാക്കറ്റും കൂടി വരും. ജാക്കറ്റ് അപ്പൊ ഒരു ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലായിട്ടോ. അപ്പൊ ഇതില് അത്യാവശ്യം നന്നായിട്ട് വർക്ക് കയറിയിട്ടുണ്ട്. പിന്നെ കറക്റ്റ് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിടക്കും കേട്ടോ. ശരിക്കും ഇത് ഇങ്ങനെ ഒരു ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലില് ഇതിട്ട് പിന്നെ ഈ സ്ലീവ് ഇടുമ്പോൾ സപ്പോസ് ചിലർക്ക് വിത്തൗട്ട് ഇതുപോലെ സ്ലീവ്ലെസ് ഓക്കെ ആയിരിക്കും. ഇതിങ്ങനെ വരുവാണെങ്കിൽ ഈ ടൈപ്പ് അല്ല ഇതിലിപ്പോ സ്ലീവ് വേണമെന്ന് വെച്ചാൽ അത് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ആയിട്ട് ഇടാം. അതിന്റെ അടിയിൽ ഒരു പലാസോ ടൈപ്പ് ആയിട്ട് കുറച്ച് ഡിഫറെന്റ് ഹൽദി ഫംഗ്ഷൻ. ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ടാവില്ല അല്ലേ? സിംഗിൾ ഷെയ്ഡ്. അടുത്തത് കുറച്ച് ലോങ് സ്ലീവില് സാരി ടൈപ്പിലൊക്കെ വരും. സാരി പെട്ടെന്ന് കണ്ടോ ഒരു റെഡി ടു വെയർ സാരി കൺസെപ്റ്റ് പോലെ വരുന്നതാ. അടിയിൽ ഇങ്ങനെ സ്കേർട്ട്. പിന്നെ ഇത് ഇവിടെ പിടിച്ചോ. പിന്നെ ആ ഒരു സാരി ആരെങ്കിലും ഒന്ന് ഉടുപ്പിച്ചോ ഇതില് ഇങ്ങനെ കറക്റ്റ് പ്ലേസ്. ശരിക്കും ഇത് ഇട്ട് കഴിഞ്ഞാൽ സാരി ഉടുത്ത പോലെ തന്നെ ഒരു ഫീലിംഗ് കിട്ടുള്ളൂ. റെഡി ടു വെയർ സാരി എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പുതിയ ഇതൊക്കെ ന്യൂ ട്രെൻഡി കളക്ഷൻ ആട്ടോ. സ്ലീവ് വരുന്നത് ഇങ്ങനെ ഒരു ലൂസായിട്ട് കിടക്കുന്ന ഒരു ടൈപ്പില് കുറച്ച് ഇങ്ങനെ വീണ് കിടക്കണം. കൈ കാണില്ല. അതെ. അപ്പൊ പേഴ്സ് പിടിക്കണ്ട, വാച്ച് ഇടണ്ട, ബാംഗിൾസ് ഇടണ്ട, എല്ലാത്തിനും കാശ് ലാഭിക്കാം. കാരണം ഇതെല്ലാം വെച്ചാൽ നമ്മൾ ഈ എപ്പോഴും ഉള്ളതാണ്. നമുക്ക് ഫംഗ്ഷന് പോകുന്നവർക്കും ബ്രൈഡിനും എല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ ഒത്തിരി. പിന്നെ ഈ ഒരു സൈഡ് എന്തായിരിക്കണം നമുക്ക് ഈ പാർട്ടി വെയർ കൂടാണ്ട് കാഷ്വൽ വെയർ ഓഫീസ് വെയർ ആയിട്ടൊക്കെ വരുന്നത്. ഈ ഒരു സെക്ഷൻ അതിന്റെ എല്ലാം ബിലോ 1000 വരുന്നത്. അപ്പൊ അഫോർഡബിൾ ആണ് കേട്ടോ. ബിലോ 1000 750 850 900 ആ റേഞ്ചിലൊക്കെ വരുന്ന നല്ല ഇതൊക്കെ ഉണ്ട്. കാരണം സാധാരണ നമുക്ക് ചെറിയ റേഞ്ചിൽ പോകുമ്പോൾ സ്ലീവ്സ് ഒക്കെ അറ്റാച്ച് ചെയ്യേണ്ടി വരും. അത് നമ്മൾ പുറത്ത് ചെയ്യുമ്പോൾ അതിനൊരു 120 150 കൊടുക്കണം. നമ്മളിത് എല്ലാറ്റും സ്ലീവ് അറ്റാച്ച്ഡ് ആണ്. അപ്പൊ സപ്പോസ് ഇപ്പൊ ഒരാൾക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ വേറെ എവിടെയും പോകണ്ട, എല്ലാ ഇതിലും ഉണ്ടല്ലോ. ഇതിലിപ്പോ സൈസസ് ഒക്കെ എങ്ങനെയാ? എത്ര സൈസ് വരും? സ്മോൾ മുതൽ XXL വരെ അവൈലബിൾ സൈസസ് അവൈലബിൾ ആണ്. അപ്പൊ സിംഗിൾ ഒരു കുർത്തി വേണമെന്ന് വെച്ചാൽ ആ ഒരു റേഞ്ചിലുണ്ട്. ബിലോ 1000 നമുക്കൊരു ഓഫീസ് വെയർ ഒക്കെ യൂസ് ചെയ്യാൻ നല്ല. ഇതൊക്കെ അജ്രക്കിൽ വരുന്ന പാച്ച് വർക്ക്. അജ്രക്കിന്റെ പാച്ച് വർക്ക് ഒരു ലൈൻ കുർത്തിയാണ് കേട്ടോ വരുന്നത്. ഇതൊക്കെ സിമ്പിൾ ഡെയിലി വെയറിനൊക്കെ. ഇനിയിപ്പോ ഇത്ര നേരം പാർട്ടി കാണിച്ചോളൂ, നമുക്ക് സിമ്പിൾ ആയിട്ട് കാണിക്കാനായിട്ടൊന്നും ഇല്ല. ചിക്കൻ കറിയില് ഇതിന്റെ എല്ലാ കളേഴ്സും ഉണ്ട് ഇതില്. ഇതൊക്കെ ഒരു 750 ആ ഒരു റേഞ്ചില് പോകും. ഇതൊക്കെ നല്ല മൂവിങ് ആണ്. നമുക്ക് കുറെ ഓഫീസ് ആൾക്കാരുണ്ട്. പിന്നെ ടീച്ചേഴ്സ് ഇപ്പൊ സാരി മാറി സൽവാറിലേക്ക്. പക്ഷെ ഇത് എന്താ പറയാ ബിലോ 1000 ആയാലും ഇതിനും ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റിയാണ്. കാരണം നമ്മള് റേഞ്ച് കുറഞ്ഞാലും ഞാൻ ക്വാളിറ്റി വിട്ടുള്ള ഒരു ഇതില്ല. കളർ പോലെ ഷ്രിങ്കേജ് അങ്ങനെയൊന്നും പ്രശ്നം വരുന്നില്ല. ഇതൊക്കെ ബിലോ 1000 വരുന്നത്. അത് എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. ബിലോ 1000 ഒത്തിരി കളക്ഷൻ എപ്പോഴും ഉണ്ടാവും. അതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലായിടത്തും കിട്ടുന്നതാണ്. പക്ഷെ കിട്ടിയാലും ക്വാളിറ്റിയും കൂടി നോക്കിയിട്ട് വേണം മേടിക്കാനായിട്ട്. അതും കൂടി പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ അജറക്കിൽ തന്നെ ഇതിന്റെ ഈ നേരത്തെ കാണിച്ചതിന്റെ ഇതിലൊക്കെ ആകുമ്പോ കളർ ചേഞ്ചസ് ഉണ്ടാവില്ലേ? ഈ കാഷ്വൽ അപ്പോഴും 2 3 മാക്സിമം അത്ര ഉണ്ടോ? ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ലതാണ്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആരും ഈ റേറ്റ് പറയില്ല. നല്ലൊരു ലെഗിങ്സും കുർത്ത മീൻസ് പെൻസിൽ പാൻ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ റേറ്റ് പറയില്ല. പിന്നെ ഇതൊക്കെ ഹാൻഡ് വർക്കിൽ വരുന്നതാണ്. അതുപോലെ ഒറിജിനൽ മിറർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ ലെഗിൻസ് വേണമെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നു ലെഗിങ്സ് ആണ്. പെൻസിൽ പാന്റ്, ലെഗിങ്സ്, പലാസോ എല്ലാം ഉണ്ട്. അപ്പൊ ഏതാ വേണമെന്ന് ദുപ്പട്ട വേണമെന്നുണ്ടെങ്കിൽ ദുപ്പട്ടയും സെറ്റ് ആക്കി തരും. ഓക്കെ. ഇതൊക്കെ കാഷ്വൽ വെയറിൽ വരുന്ന
ഇതിൽ ഫ്രണ്ട് സ്ലിറ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. സ്ലിറ്റ് ആയിട്ട് ഒരു ചൈനീസ് കോളറിന്റെ ആ ഒരു നെക്കില് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് വരുന്നത് കോട്ടണില്. പിന്നെയും ഒരുപാടുണ്ട് കാണിക്കാനായിട്ട്. എല്ലാതും കാണിക്കാൻ തന്നെ ഇവിടെ തന്നെ ഒരു അരമണിക്കൂർ ആയിട്ടുണ്ടോ. അതിന് മുകളിൽ വേണ്ട ധമാക്ക പൊട്ടിക്കാൻ എടുക്കണുള്ളൂ അല്ലേ. ഇതാ ഇതൊക്കെ കോട്ടണിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഡെയിലി വെയർ കളക്ഷനിൽ വരുന്നത് കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് കാണിച്ചു പോവാം. ഇതിന്റെ കളർ ചേഞ്ചസ് വേണമെങ്കിൽ ഇങ്ങനെ 1-2 കളേഴ്സൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് 2 കളേഴ്സ്. ഇത് വരുമ്പോൾ നമുക്ക് ബനിയൻ സ്റ്റഫിലാണ്, ലൈക്രയിൽ വരുന്ന കളക്ഷനാണ് കേട്ടോ. നല്ല കംഫർട്ട് ആയിരിക്കും. ലൈക്ര ഒക്കെ നല്ലതാണ്. പിന്നെ ആ ഷേപ്പിൽ അങ്ങനെ കിടന്നോളൂ, ഷേപ്പ് ഉണ്ടെങ്കിൽ. ഇത് വെച്ചാൽ നമുക്കിപ്പോൾ വിഷു ഒക്കെ വരാൻ പോവല്ലേ, ക്രീം ഷെയ്ഡിൽ വിത്ത് ലൈനിങ് ആയിട്ടാണ്. കുറച്ച് വ്യത്യാസം അല്ലേ. വിത്ത് ലൈനിങ് ആയിട്ട് ഹാൻഡ്ലൂമിൽ തന്നെ വിത്ത് ലൈനിങ് ആയിട്ട് എംബ്രോയിഡറി ഡിസൈൻ എല്ലാം ആയിട്ട്. ഇത് എംബ്രോയിഡറി ആയിട്ടാ, പ്രിന്റ് അല്ല, ഫുൾ എംബ്രോയിഡറിയുടെ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ എല്ലാ സൈസസും അവൈലബിൾ ആണ്. ഇതാ അതെന്ന് വെച്ചാൽ നമ്മൾ ട്രഡീഷണൽ വേണമെങ്കിൽ അതിനേക്കാളും കുറച്ച് വ്യത്യാസമായിട്ട് നിൽക്കണമെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ട്രൈ ചെയ്താൽ മതി അല്ലേ. ഇത് സെമി റോ സിൽക്കിൽ വരുന്ന എംബ്രോയിഡറി ചെയ്തിട്ടുള്ള നെക്കിൽ എംബ്രോയിഡറി ആയിട്ടുള്ളത്. പിന്നെ വരുന്നതും ട്രഡീഷണലിൽ വേണമെങ്കിൽ പെടുത്തുന്ന രീതിയിലുള്ള കളക്ഷനാണ്. വൈറ്റ് ഓഫ് വൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യം തന്നെ ആലോചിക്കുന്ന ട്രഡീഷണൽ വേണം. അതെ ഇനിയിപ്പോൾ വിഷു ഒക്കെ വരാൻ പോലെ. അതെ അതിന്റെ അപ്പോൾ ആ ഓരോ ട്രെൻഡിനനുസരിച്ച് കൊണ്ടുവരും. ഞങ്ങൾ വാലന്റൈൻസ് ഡേ ആ ടൈമിൽ ഇഷ്ടം പോലെ കൊണ്ടുവന്നായിരുന്നു കുർത്തീസ് ഒക്കെ. അതൊക്കെ ഈസ്റ്റർ ഒക്കെ ആകുമ്പോൾ വൈറ്റ് ഓഫ് വൈറ്റ് വിഷു എല്ലാം വരുമ്പോൾ, പിന്നെ ഓണത്തിന്റെ സമയത്ത് ഫ്ലോറൽ, ക്രിസ്മസ് വൈറ്റ്, അതൊക്കെ ആ ഒരു കളർ തീം അനുസരിച്ച്. ഇതൊക്കെ പ്യുവർ കോട്ടണിൽ വരുന്ന ഇതാ പ്യുവർ കോട്ടണില് ടോപ്പ് അടിപൊളിയായിട്ട് 3 പീസിന്റെ സെറ്റാണ്. ഹക്കോബേര വർക്കൊക്കെ ചെറുതായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെയിം ആ സ്ലീവിലും കാലിന്റെ അടിവശത്തും ഇത് സെയിം കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിത്ത് ദുപ്പട്ട പ്യുവർ കോട്ടണില്. ദുപ്പട്ട ആ ഒരു ഖാദി കോട്ടൺ ടൈപ്പ് അല്ലേ. അല്ല ഇപ്പോഴത്തെ ആ ഒരു ക്ലൈമറ്റിന് നമുക്ക് യൂസ് ചെയ്യാം. സ്റ്റോൾ ടൈപ്പാണ് ഇത്. ഷോൾ ഇത് ഹക്കോബേര വർക്ക് തന്നെ ഇവിടെ സൈഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 സൈഡാണ്. നമുക്ക് ഇതൊക്കെ ഈ വണ്ടിയിലൊക്കെ പോകുമ്പോൾ തലക്കൂടെ ഇടാനും അതിനൊക്കെ പറ്റിയിട്ടുള്ള കളക്ഷൻ. ഇത് അജ്രക്കിൽ വരുന്ന 3 പീസ് സെറ്റാണ്. അനാർക്കലി ടൈപ്പിൽ വരുന്ന ഇതുണ്ടോ. ഇതിന്റെ വർക്ക് കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ. നടുക്കിൽ ഇങ്ങനെ പാനൽ കട്ട് ആയിട്ട് വന്നാൽ പക്ഷെ അറ്റാച്ച് ആണ്. ചിലതിങ്ങനെ വിട്ട് നിൽക്കുന്നത് അങ്ങനെയല്ല, അറ്റാച്ച് ആണ്. വിത്തൗട്ട് സ്ലിറ്റ് ആയിട്ട് ഇതാണ് ബോട്ടം, പെൻസിൽ ബോട്ടം വരും. പിന്നെ ദുപ്പട്ട നല്ല ലെങ്ത്, നമുക്ക് വേണമെങ്കിൽ വേറെ ഡ്രസ്സിന്റെ കൂടെ മാച്ച് ആക്കിയിട്ട് ഇടാം. കോട്ടൺ ആണ് കേട്ടോ വരുന്നത്. ഉണ്ടോ ലെങ്ത് ഉണ്ടോ, കോട്ടൺ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇത് വെറുതെ ഇങ്ങനെ ഓടിപ്പിച്ച് കാണിച്ചാൽ ഇതൊക്കെ 3 പീസ്. ഇതൊക്കെ നമ്മൾ റെഗുലർ വീഡിയോസിൽ വരാറുള്ളത് കേട്ടോ. അതെല്ലേ, ഓഫീസ് വെയർ ആ ടൈപ്പിലുള്ള വീഡിയോസിലൊക്കെ നല്ല. ഇതൊക്കെ പ്യുവർ കോട്ടൺ ആണ്. ഇത് വിത്ത് പോക്കറ്റ് ആയിട്ട് ബോട്ടം വിത്ത് ദുപ്പട്ട. ഇതൊക്കെ ടീച്ചേഴ്സ് ഒക്കെ ഇപ്പൊ സ്കൂൾസിൽ സൽവാർ ആയല്ലോ, അപ്പൊ അവർക്ക് ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ആ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര അഫോർഡബിൾ ആണ്. അപ്പൊ എല്ലാവരും വന്നിട്ട് കളക്ഷൻ വന്ന് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വന്നൊരു 5-6 എണ്ണൊക്കെ എടുത്തിട്ട് പോകും. കാര്യം ടോപ്പ് ബോട്ടം സെറ്റ് ഫുൾ കിട്ടിയില്ലേ. അതെ, ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 1450 ആ റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇത് എത്ര റേറ്റ് പറഞ്ഞതപ്പോ? ഒരു 3 പീസിൽ ഒരു 1250 മുതൽ സ്റ്റാർട്ട് ചെയ്യും. എല്ലാം 2000 ബിലോ, 1250, 1400, 300, 600. സിംഗിൾ കുർത്തി ആണെങ്കിൽ 750 ബിലോ. ഓക്കെ ഓക്കെ. ഇത് ഒരെണ്ണം നിവർത്തി കാണിക്കണം, കാരണം വീനെക്കാണ് ഇപ്പോഴത്തെ ട്രെൻഡാണ്. ഇതാ ഇത് കുറച്ച് ഡിഫറെൻറ്റ് ലുക്കാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇതെടുത്ത് കാണിക്കണത്. അവിടെ കസ്റ്റമേഴ്സ് ഇതാ ഇത് ദുപ്പട്ട വിത്ത് ഇതിന് തന്നെ ഡിഫറെൻറ്റ് ഇത് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഒക്കെ വീനെക്കിലാണ് വരുന്നത്. ഇത് ഒക്കെ വീനെക്കിൽ. ഇത് ഒരെണ്ണം ഓപ്പൺ ചെയ്യാം. അതാ ഞാൻ ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞേ. ഇത് അങ്ക്രക്ക പാറ്റേൺ സ്റ്റൈലിലാണ് കേട്ടോ വരുന്നത്. നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നത്. ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡാണ് കേട്ടോ കാണുന്നത്. ഇതാ ഈ രണ്ടും കളർ അടിപൊളിയായിട്ടുണ്ട്. രണ്ടും ഒന്നിലൊന്ന് മെച്ചം. അപ്പോൾ അങ്ങനെ കോട്ടൻ്റെയും ഒരുപാട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഇതിനെ ഫുൾ ഇനി നിവർത്തി കാണിക്കുന്ന ഇവരെ ചാനലിൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ ഫുള്ള് തുറന്ന് നിവർത്തി കാണിക്കുന്നതായിരിക്കും. ഇതൊക്കെ അതിൽപ്പെട്ട കളക്ഷൻ. ഇത് പെട്ടെന്ന് ഓർത്തു. വിത്ത് സ്ലീവ് അറ്റാച്ച്ഡ് ആണ്, വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. നല്ല ഹാൻഡ് വർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തത്. എല്ലാ സൈസസും അവൈലബിൾ ആണ് ഇതിലല്ലേ. എത്ര സൈസ് വരെ പോവും? സ്മോൾ മുതൽ XXL വരെ ഉണ്ടാവും. എൻ്റെ വിഷു ഇവിടെ തുടങ്ങി. കണ്ട ഇത് ഇങ്ങനെ സ്ലീവ് ഉള്ളിലുണ്ട് അല്ലേ? ഉള്ളിലുണ്ട്. സ്ലീവ്ലെസ് ഉള്ളവർക്ക് അങ്ങനെ തന്നെ ഇടാം, അല്ലെങ്കിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. ഈ പണ്ടൊക്കെ ആയിരുന്നു സ്ലീവ് വേണം അങ്ങനെയാണ്. ഇപ്പൊ അധികം അതുകൊണ്ട് നമ്മൾ അധികം ചിലതിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് തന്നെ കൊണ്ടുവരും.
പിന്നെ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ അപ്പൊ തന്നെ വേണമെന്ന് വെച്ചാൽ പറയാൻ സ്റ്റിച്ച് ഞങ്ങളുടെ ഡിസൈനിങ് സെന്റർ ഉണ്ട് ഞങ്ങളുടെ സ്റ്റിച്ച് അപ്പൊ തന്നെ സ്ലീവ് വേണമെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ വെച്ച് തരുന്നതായിരിക്കും പറയുകയാണെങ്കിൽ. ഇത് വിത്ത് ലൈനിങ് ആയിട്ടൊന്നും വേണ്ട, നമുക്കത് ഇന്ന് വാങ്ങിയ നാളെ തന്നെ ഇട്ട് പോവാം. എല്ലാം വിത്ത് ലൈനിങ്, ബ്ലൗസ് ലൈനിങ്. ഇന്ന് വാങ്ങി ഇന്ന് തന്നെ ഇട്ടൂടെ? നാളേക്ക് വെക്കണേ അല്ല, നാളേക്കുള്ള പരിപാടിയില്ല, ഇന്നേക്ക് ഇന്ന് എല്ലാം കാര്യങ്ങള്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു മാച്ചിങ് ആയിട്ട് വരുന്നതാട്ടോ. ഇപ്പൊ വിഷുവില് എല്ലാം ഒരു ഇതില് വരുമ്പോ ടിഷ്യൂ ആണ് കേട്ടോ പാവാട വരുന്നത്. അതില് മ്യൂറൽ കുറേ കളേഴ്സ് ഉണ്ട്, ഞാൻ എല്ലാം കാണിച്ചില്ല, എല്ലാ കളേഴ്സും. അപ്പൊ എല്ലാം കാണണമെങ്കിൽ ഒന്നില്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് അവര് കാണും, അല്ലെങ്കിൽ ഷോറൂമിൽ നേരിട്ട് വരാം. കണ്ണൂർ എത്തിയാൽ മതി. തളാപ്പ് ഈ തളാപ്പ് എന്ന് പറഞ്ഞ ഇങ്ങനെ പേര് വന്നേ? തളാപ്പ് എന്ന് പറയുമ്പോ അത് കറക്റ്റ് എനിക്കും അറിയില്ല, ജനിക്കിനേക്കാളും മുന്നുള്ളതാണ്. ഇനി ഇപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ഇപ്പൊ കുറച്ചൊക്കെ കാണിച്ചിട്ടുള്ളൂ. ഇവിടെ കുറച്ച് മെറ്റീരിയൽസ് ഇരിക്കണ്ട, അതുകൂടി ഒന്ന് കാണിച്ചിട്ട് ഒന്ന് നമുക്ക് മുകളിലത്തെ ഫ്ലോറും കൂടി കംപ്ലീറ്റ് ചെയ്യണ്ടേ. അപ്പൊ ഈ ഒരു സൈഡിൽ വരുന്നത് മൊത്തം മെറ്റീരിയൽസ് ആണെന്ന് തോന്നുന്നുണ്ട്. അതെ, റണ്ണിങ് ഫാബ്രിക്സ് നമ്മൾ കുറച്ചാണ് ഇത് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ. ഉള്ളിലാണുള്ളത്. എല്ലാറ്റിൻ്റെയും ഒരു 10 മീറ്റർ വെച്ചിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്, ബാക്കിയെല്ലാം ഉള്ളിലാണ്. കാരണം നമ്മൾ ആ ഒരു സ്പേസും കൂടെ നോക്കണ്ടേ. അതെ, അപ്പൊ മോഡലിൽ വരുന്നുണ്ട് റണ്ണിങ്. അപ്പൊ മോഡലിൽ എന്ന് പറയുമ്പോൾ ഈ 10 മീറ്റർ എന്ന് പറയുമ്പോൾ അത് മൊത്തം എടുക്കണം, അങ്ങനെയൊന്നും ഇല്ലല്ലോ? 1 മീറ്റർ വരെ കിട്ടും. ബ്ലൗസിനൊക്കെ വേണ്ടി 1 മീറ്റർ അല്ലേ വേണ്ടത്? അതാ ഞാൻ ചോദിച്ചത്. കാരണം ചിലടത്ത് പറയേ 5 മീറ്റർ എടുക്കണം, 10. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ എല്ലാം കസ്റ്റമർ ഫ്രണ്ട്ലി ആണ്. അതെ, അപ്പൊ ഈ സാരിക്ക് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മുറിച്ചെടുക്കാം. 6 മീറ്റർ ആയിട്ട് വേണമെങ്കിൽ 6 മീറ്റർ, 6.5 മീറ്റർ എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം. അപ്പൊ മോഡലിൽ തന്നെ നമുക്ക് റണ്ണിങ്ങിൽ കിട്ടുന്നുണ്ട്. ബ്ലൗസ് അങ്ങനെ ടോപ്പ് ചെയ്യാൻ, അംബ്രല കട്ട് സ്കേർട്ട്, ഗൗണ്, അതിനൊക്കെ ചെയ്യാൻ വേണ്ടി നല്ല മോഡലിന്റെ നല്ലൊരു വെറൈറ്റി കളക്ഷൻ ഉണ്ട്. മോഡലിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് വീഡിയോ പറഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് മോഡലിൽ തന്നെ. അതെ, ഞങ്ങളൊരു വീക്ക് തന്നെ ഫുള്ള് മോഡലിന്റെ ഒരു വീഡിയോ വെറൈറ്റി ചെയ്തിരുന്നു. അതോടുകൂടിയാണ് ഞങ്ങൾ അങ്ങോട്ട് ഹൈ ഇതിലേക്ക് പോയത്. അജ്രക് കോട്ടൺ ആണ്. എപ്പോഴും പല പല പ്രിന്റ്, കലംകാരി ഉണ്ട്. ഇതൊക്കെ ഫുൾ കലംകാരിയിലാണ് കേട്ടോ. ആ ഫുൾ കാണിക്കുന്നത് മൊത്തം കലംകാരിയിലാണ്. അപ്പൊ ഏത് ഇതിൽ വേണമെങ്കിൽ അങ്ങനെയുണ്ട്. കൊഞ്ഞ് കോട്ടണിൽ വേണമെന്ന് വെച്ചാൽ മൊഡാലില് പ്ലെയിനും ഉണ്ട്. ഇതുണ്ടോ മൊഡാൽ സിൽക്കില് പ്ലെയിന്? ഓ ഇതില്ലേ? പ്ലെയിൻ. അപ്പൊ നമുക്കിത് വേണമെങ്കിൽ ചിലര് സാരി ആയിട്ടൊക്കെ 5.5 മീറ്റർ ഒക്കെ വാങ്ങിക്കും. എന്നിട്ട് ഇതിൽ മിക്സ് മാച്ച് ഇങ്ങനെ ചെയ്തിട്ട് ബ്ലൗസ് ആക്കി അങ്ങനെ മാച്ച് ചെയ്ത് അത്യാവശ്യം എല്ലാ കളേഴ്സ് ഉണ്ട്. ചില്ലി റെഡ്, കുറേ കളേഴ്സ് വരും. ഇതിനൊക്കെ ഏകദേശം റേറ്റ് ഒക്കെ എത്ര വരും നമുക്ക്? ഒരു മീറ്റർ പ്ലെയിൻ വരുമ്പോൾ 550 വരും, പ്രിന്റഡ് ആണെങ്കിൽ 590 വരും. അത്ര വ്യത്യാസം വരുന്നുള്ളൂ. അത്ര വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത് ഞങ്ങളുടെ തന്നെ ഇൻഹൗസ് ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഈ മൊഡാൽ സിൽക്കിലൊക്കെ നമ്മൾ ഇത് ബ്ലൗസിന് വേണ്ടിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ചതാ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കിട്ടും. അങ്ങനെയും കിട്ടും. നമ്മൾ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ചില്ലി റെഡ് ബ്ലൗസില് അപ്പൊ കേരള സാരിന്റെ കൂടെ ഒക്കെ ഇടാൻ. ഇങ്ങനെ സിമ്പിൾ ഒരു വർക്കാണ്. എത്ര ഹെവി വർക്ക് വേണമെങ്കിലും ചെയ്ത് അപ്പൊ കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റും നമുക്ക് പറയുന്ന ഡിസൈൻസ്. ഇങ്ങനെ ഏത് ഡിസൈൻ നിങ്ങൾ കാണിക്കുന്നത് അതേ ഡിസൈൻ നമ്മൾ ചെയ്ത് തരാൻ പറ്റും. ഇത് പ്രിന്റിൽ, ഇത് യോക്കിലൊക്കെ വെക്കാൻ, നമ്മളെ കുർത്ത ചെയ്യുമ്പോ യോക്കിൽ പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ കട്ട് പീസ് ആക്കിട്ട് വെച്ചിട്ടുള്ളതാണ്. അതെ, ഇതൊക്കെ അജ്രക് കോട്ടണിൽ വരുന്ന ബ്ലൗസ് പീസിൽ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത്. അപ്പൊ കസ്റ്റമേഴ്സ് ഇതൊക്കെ ഈ റേറ്റ് വളരെ അഫോർഡബിൾ, 890. ശരിക്കും ഹാൻഡ് വർക്ക് മാത്രം ചെയ്യണമെങ്കിൽ 1500 ആ ഒരു റേഞ്ച് ഒക്കെ വരും. ജസ്റ്റ് 890 നമ്മൾ ഈ ഫുൾ പീസ് അടക്കം, വർക്ക് അടക്കം. അപ്പൊ നല്ല അഫോർഡബിൾ ആയിട്ടുണ്ട്. മറ്റേ വർക്കിന് തന്നെ വരും 1000 റേഞ്ചിന്റെ. ബാക്ക് നെക്ക് വരും, ഫ്രണ്ട് നെക്കിലും വരും, സ്ലീവ്സിലും വരും. സ്ലീവിന് ബോർഡർ ആയിട്ട് ഈ പോർഷനിൽ അങ്ങനെ പല പല ഇതൊക്കെ ഇതിന്റെ കളക്ഷൻസ് ഫുൾ ഇരിക്കുന്നത്. ഇതൊക്കെ ബ്ലൗസ് പീസുകളാണ്. ഇതെല്ലാം ബ്ലൗസ് പീസുകളാണ്. കട്ട് പീസിന്റെ. പിന്നെ അത് കൂടാണ്ട് ഇത് കോട്ടണില് കോട്ടണിലുണ്ട്, പിന്നെ നെറ്റിലും. ഇതൊക്കെ ഫുൾ ഇത് പാർട്ടി വെയർക്ക്. ഇനി ഗൗൺ വേണമെങ്കിൽ ഗൗണിലേക്ക് ഫുൾ ആയിട്ടുള്ളത് ഇതൊക്കെ മുറിച്ചെടുക്കാൻ പറ്റിയ കുറെ മെറ്റീരിയൽസ് ഇവിടെ ഉണ്ട്. റണ്ണിങ് ഫാബ്രിക്സ്. ഇതിലിപ്പോ ഗൗണോ ലെഹങ്കയോ എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രോക്ക് മുകളിലൊക്കെ നിറവുണ്ട്. അത് വെച്ചാൽ ആവശ്യത്തിന് ഒരു ഷോറൂമിലേക്ക് വേണ്ടത് അങ്ങനെ വലിച്ചു വാരി അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല. എല്ലാതും ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ഇവിടെ ഡിസ്പ്ലേയിൽ വേറെയും കുറെ ലെഹങ്കാസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന്ന് പറഞ്ഞെടുത്തിട്ടാണ് ഞാൻ ഇട്ടത്. ഇത് ശരിക്കും ഇതിന്റെ കുറച്ച് മുകളിലാണ് ഇരിക്കുന്നത് മെയിൻ ആയിട്ട്. കുറെ ഗൗണുകൾ ഇതൊക്കെ വെച്ചാൽ നമ്മള് കുറച്ചൊരു എൻഗേജ്മെന്റിന് അതിന് നല്ലതാണ്. പിന്നെ ഫംഗ്ഷനൊക്കെ പോകുന്നവർക്ക് ഫുൾ റെഡി ടു വെയർ ആണ്, ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് സ്ലീവ് ഉണ്ട്, സ്ലീവ്ലെസ് ഇടണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. നല്ല അംബ്രല കട്ട് സ്കേർട്ടാണ്. അതിപ്പോൾ ഒരു മറ്റൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ വരുന്നത്. സ്ലീവ് വേണമെങ്കിൽ ഇത് വരുന്നത് ഓർഗൻസിയാണ്. ബ്ലൗസ് ഫുൾ ഹാൻഡ് വർക്കാണ്, ഹെവി വർക്കായിട്ട്. പിന്നെ റഫൽ മോഡലായിട്ടുള്ള ഒരു ദുപ്പട്ടയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെറൈറ്റി. നല്ല അംബ്രല കട്ട്, നല്ല ഫ്ലോയി ആയിട്ട്, അത്യാവശ്യം ഫ്ലെയർ ഉണ്ട്. നല്ല ഫ്ലെയർ ഉണ്ട്. കളറും നന്നായിട്ടുണ്ട്, നല്ല അടിപൊളി കളർ. ഭയങ്കര സട്ടിലാണ്, ഹെവി വർക്കും ആണ്, എല്ലാം കൊണ്ട് അടിപൊളി.
അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇനി കൂടുതൽ ഇതെന്താ പൗച്ചാ? ഇപ്പോഴത്തെ ഒരു സെറ്റായിട്ട് അപ്പൊ ഇത് വിൽക്കുമ്പോ ഇതിന് കൂടെ കുറച്ച് കാശ് ഇട്ടിട്ട് കൊടുക്കും. നല്ല അടിപൊളി ഉണ്ടല്ലേ? ഹൈലോ പാറ്റേണില് ഗൗൺ തന്നെ ഹൈലോ പാറ്റേൺ കുറച്ച് ഹീലൊക്കെ ഇട്ടിട്ട് വേണം പോവാനായിട്ട്. വിത്ത് ബോട്ടം ഉണ്ട്, ബോട്ടം ദുപ്പട്ട. ഇതൊരു സാരി ടൈപ്പിലൊക്കെ വരുന്നത്, പക്ഷെ ഇല്ല ഗൗണാണ്. പക്ഷെ ഒരു ഇതുണ്ട് ഷോൾ പോലെയൊക്കെ. ഇതൊക്കെ ഫുൾ ഹാൻഡ് വർക്കാ, ഹാൻഡ് വർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത്. ഇതെല്ലാം സിംഗിൾ ഷെയ്ഡ് ആയിരിക്കും. അങ്ങനെ ഇതൊക്കെ അപ്പൊ അതിന്റെ പാർട്ടി വെയറിൽ കുറേ കളക്ഷൻസ് മുകളിൽ ഇതുവരെ കയറി നോക്കിയിട്ടില്ല. മുകളില് ഇത് വരുന്നത് ആ ഒരു ബാന്തിനി ടൈപ്പിൽ വരുന്നേ, ഇത്രയും ഫ്ലയറിൽ അല്ലേ, സ്കേർട്ടില്. പിന്നെ ഹെവി വർക്കാണ് ഫുൾ ചെയ്തിരിക്കുന്നത്. വിത്ത് പാഡഡ് ആയിട്ട് ആകുമ്പോൾ കറക്റ്റ് ആ ഒരു പെർഫെക്റ്റില് ഇങ്ങനെ നിന്നോളൂ. അങ്ങനെ എന്താ അപ്പോൾ നമുക്കൊന്ന് മുകളിലേക്ക് പോയാലോ ഇനി. പിന്നെ ഇതൊക്കെ എന്താ സംഭവം? ഇതൊക്കെ പലാസോ പാൻസ് ഒക്കെ പാൻസ് വെക്കുന്നത് അല്ലേ? അതിന് ഞാൻ തോന്നുന്നുണ്ടല്ലോ അവിടെ ഡിസ്പ്ലേ കാണുന്ന അത് അവിടെ വെച്ചിട്ടുള്ളത്. അത്യാവശ്യം ഫ്ലയർ ഉണ്ട് കേട്ടോ ഈ ഒരു പാൻറ്. സ്കേർട്ട് പെട്ടെന്ന് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ സ്കേർട്ടാന്നേ തോന്നുന്നു. ആ ഒരു ഫീലിംഗ് ആ കിട്ടുള്ളൂ. പിന്നെന്താണ്? പിന്നെ ഫ്ലയർ ടൈപ്പിലൊക്കെ വരുന്ന ഗൗൺ ആയിട്ടുള്ളത്, കോട്ടൺ റയോൺ കോട്ടണിൽ വരുന്ന. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ദുപ്പട്ട മോഡൽ എന്ന് പറഞ്ഞില്ലേ, ആ ഒരു സംഭവത്തിന്റെ ആണ് ഇവിടെ ഇരിക്കുന്നത് കുറെ ഡിസ്പ്ലേ ആയിട്ട്. ഇത് കോട്ടന്റെ ആണെന്ന് തോന്നുന്നു. അജറക് കോട്ടണില് മോഡലിലും വരുന്നുണ്ട്. ഇത് മോഡലില് ഇങ്ങോട്ട് വരുമോ? മോഡലിന്റെ ദുപ്പട്ട ഇത് സെപ്പറേറ്റ് ആയിട്ടും കൊടുക്കും. സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും. ഇതിനൊക്കെ ഏകദേശം എത്ര റേഞ്ച് വരും? 1850 വരും. മോഡലായതുകൊണ്ട്, അത് പ്യുവർ ആയതുകൊണ്ട്. അപ്പോൾ ഓൺലൈനിലും ഷോറൂമിലും സെയിം റേറ്റ് ആണ്, സെയിം 1850. ഇത് മോഡലിന്റെ പിന്നെ അജ്രക്കിന്റെ കോട്ടണിൽ വരുന്നത് ഒരെണ്ണം കാണിക്കാം. ഇത് കോട്ടണിൽ കേട്ടോ, അജ്രക്കില്. ഇതും ഏകദേശം എത്ര വരും? ഇത് 1100 വരും. 100. അത്യാവശ്യം ലെങ്ത് ഉണ്ട്, നല്ല ലെങ്ത്തും വിഡ്ത്തും. ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു. പിന്നെ ഇതും ഐവറി കളറിൽ ക്രീം, കാരണം കോമൺ ആയിട്ട് നമുക്ക് എല്ലാത്തിനും കൂടെ മാച്ച് ബ്ലാക്ക്, ബ്രിക്ക് റെഡ്, ഐവറി. അപ്പൊ അതിന്റെ പല പല ഡിസൈൻസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സിൽക്കിലും വരുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഓടിപ്പിച്ച് കാണാം. പല പല ടൈപ്പിൽ, ടെസറിലും നോർമൽ ടൈപ്പിൽ മിക്സ് ആൻഡ് മാച്ച് എടുക്കുമ്പോൾ നമുക്ക് ഇതിനോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ദുപ്പട്ടയിൽ തന്നെ ഇനി റഫൽ വേണോ, ഇങ്ങനത്തെ വേണോ, സ്ട്രൈപ്പ് വേണോ, ബാന്തിനി ടൈപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട്. കലംകാരിയിൽ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മുകളിലേക്ക് പോയില്ല, സാരീസിലേക്ക് വെറൈറ്റി വെഡിങ് സെക്ഷനിലേക്ക് പോവാം. ഇതും അത്യാവശ്യം വെഡിങ് തന്നെയാണ്. ഇനി മുകളിലത്തെ ഫ്ലോറിൽ ഫുൾ വെഡിങ് കാഷ്വൽ വെയർ അല്ല. മുകളിൽ കാണുമ്പോൾ തന്നെ അടിപൊളി സംഭവമാണല്ലോ മൊത്തം. എല്ലാവരും നല്ല പുഞ്ചിരിയോട് കൂടിയിട്ട് സ്വാഗതം ചെയ്യാനായിട്ട് സംഭവം കളിക്ക് കേട്ടോ. ഫുൾ വെറൈറ്റി ആയിട്ടുണ്ട്, ഫുൾ സാരീസ്. വെഡിങ്ങിന് ആൾക്കാർ ആവശ്യമുള്ളവർ ഇങ്ങോട്ട് വരാം. എല്ലാ ടൈപ്പും വെഡിങ്, പാർട്ടി വെയർ. എത്ര റേഞ്ച് തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്? എടുത്ത് കാണിക്കൂ. സാരീസിൽ ശരിക്കും 450 മുതൽ സ്റ്റാർട്ട് ചെയ്യും. 450 മുതൽ 1 lakh വരെ ഉള്ളത്. 450 വെഡിങ്ങിലാ? വെഡിങ് അല്ല, നോർമൽ സാരീസ്. എന്നുവെച്ചാൽ മൊത്തം സാരീസിന്റെ കളക്ഷൻസ് ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഒരു കസ്റ്റമർ വരാണെങ്കിൽ ഒന്ന് ഇവിടെ ഇരിക്കുക, സമാധാനമായിട്ട് ഓരോന്നിങ്ങനെ വിരിച്ച് കാണിക്കുക. അപ്പൊ തുടങ്ങാം നമുക്ക് ഓരോന്ന്. അപ്പോൾ 450 തൊട്ട് 1 lakh വരെ, 1 lakh വരെയുള്ള സാരീസ് ഇവിടെ ഉണ്ട്. എടുത്തോ. എവിടെ നിന്ന് തുടങ്ങാം, എന്ത് തുടങ്ങാം? പട്ട് സാരി ആയിക്കോട്ടെ ആദ്യം തന്നെ. ഓക്കെ പട്ട് സാരി കോൺട്രാസ്റ്റില്. ഓക്കെ. കോൺട്രാസ്റ്റ് നമുക്ക് സെമി സിൽക്കും വരുന്നുണ്ട്, പ്യുവർ സിൽക്കും വരും. പ്യുവറിലെന്നാ കാണിച്ചോ ഫസ്റ്റ്? ഓക്കെ. അല്ലെങ്കിൽ ഒരു കാണിച്ചു. അതെടുത്തോ. അടിപൊളി കളറാണ്. ഇഷ്ടപ്പെട്ട കളർ എടുത്തു തന്നു. വേണ്ട, ശരിക്കും ഇങ്ങനെ ഒന്നും ഇരിക്കാൻ പാടില്ല, ഞാനിങ്ങനെ ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നല്ലൊരു ഗ്രീനും ഫുൾ ഇങ്ങനെ പ്യുവറിൽ വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ബോഡി സിൽക്കാണ് ഇതെല്ലാം. ബോഡി പോർഷൻ വരുന്നത്. അതുപോലെ ഇതിൻ്റെ പല്ലു പോർഷൻ കോമ്പിനേഷൻ, പിങ്ക് കോമ്പിനേഷൻ, ഒരു പീച്ചിഷ് പിങ്കിൽ വരുന്നത്. ഇതിങ്ങനെ പിടിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ഇത് കാണിക്കുമ്പോൾ പ്യുവറിലല്ലേ വരുന്നത്? പ്യുവർ സിൽക്ക്. ഇത് സിംഗിൾ ഷെയ്ഡേ ഉള്ളൂ. ഡിസൈനർ സിൽക്കൊക്കെ വരും ഇതിലൊക്കെ, ലൈറ്റ് വെയിറ്റിലൊക്കെ. കളർ കോമ്പിനേഷൻ ചോദിച്ചാൽ വേറെ ഉണ്ടാവില്ല. ഇതിന്റെയൊക്കെ ഒറ്റ പീസ്, കാരണം ഇത് ഹാൻഡ് പിക്ക് ആണ് വരുന്നത്. പിന്നെ ബ്ലൗസ് വരുന്നത് സെയിം ആ ഒരു പിങ്കിലായിരിക്കും വരാം. ഇതിലാണ് വരുന്നത് ബ്ലൗസ്. അപ്പോൾ പ്യുവറിലാണ്. അതുകൂടാണ്ട് നമുക്ക് 450 സാരി കാണണം. ഫസ്റ്റ് നല്ല നോക്കിയെടുക്കാം. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ വേറൊരു മോഡൽസ് അടിപൊളിയായിട്ടുണ്ട് അല്ലേ? പിന്നെ കളറും നന്നായിട്ടുണ്ട്. ഇത് പർപ്പിളും റെഡും. സാധാരണ നമുക്ക് ചില കോമ്പിനേഷനിൽ ചിലത് മാത്രമേ ഉണ്ടാവും.
അതെ, നമ്മൾ വെച്ചാല് വീവേഴ്സിന്റെ അടുത്ത് കോമ്പിനേഷൻ പറഞ്ഞ് ചെയ്യിപ്പിക്കും. നമ്മൾ പറഞ്ഞ കളറ് പറഞ്ഞ കോമ്പിനേഷൻ അവര് കളറിൽ ചെയ്തു തരും. അപ്പൊ ഞങ്ങൾ പറഞ്ഞ കളറൊക്കെ ചെയ്തു തരാൻ പറ്റും. ഏത് വേണമെന്ന് വെച്ചാൽ അങ്ങനെ എല്ലാം ചെയ്തു. അപ്പൊ ഒരു കല്യാണ പെണ്ണ് സിസ്റ്ററിന്റെ അമ്മയ്ക്ക് അവർക്ക് ഒരേ തീം അങ്ങനെ ഒരു ഫാമിലിക്ക് ആവശ്യമുള്ള എന്താ വെച്ചാൽ ഒക്കെ ചെയ്തു. പക്ഷെ പെണ്ണുങ്ങൾക്ക് മാത്രം കിട്ടുള്ളൂ കേട്ടോ, ആണുങ്ങൾക്ക് വേറെ സ്ഥലത്ത് പോകണം. ഇത് ഒരു കളക്ഷൻ വരുന്നത്, ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഈ ഒരു പോർഷനിലാണ് കേട്ടോ. ഇതൊക്കെ പ്യുവറിൽ വരുന്നത്, ലൈറ്റ് വെയിറ്റില്. ഓക്കെ, അടുത്തതിൽ നോക്കുകയാണെങ്കിൽ കുറേ ഉണ്ട്. അങ്ങനെ നോക്കും. ഇതിപ്പോൾ പീക്കോക്ക് ബ്ലൂവും ഇതൊക്കെ നിങ്ങൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് വ്ളോഗ്സ് ആയിട്ടൊക്കെ ഇടാറുണ്ട് അല്ലേ? ഫുള്ളായിട്ട് നമ്മൾ കളക്ഷൻ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് മുന്താണി വരുന്നത്. ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഈ ഒരു പോർഷൻ ആയിരിക്കും. ഇതാണ് ഇത്. പിന്നെ ഇതിന്റെ ഉള്ളിലത്തെ വർക്ക് വരുന്നത് ഇതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട കളർ നോക്കിയിട്ട് നമുക്ക് അപ്പം തന്നെ ഇത് ഒരെണ്ണമായിട്ട് കൊറിയർ അയച്ചു തരും അല്ലേ? ചെയ്തു തരും. ഇതിൽ വരുമ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. നല്ല അടിപൊളി കോൺട്രാസ്റ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. ഇതില് ബ്ലൗസ് ഇത് യെല്ലോ ബ്ലൗസ്, ഉള്ളിലത്തെ ബോഡി ഫുള്ളി വർക്ക് വരുന്നത്. പിന്നെ വരുന്നത് മുന്താണി നല്ല അടിപൊളി. ഇത് ഇപ്പൊ ഏകദേശം ബ്ലൂല്, ഞാൻ ഇട്ട കളർ അല്ല ബ്ലൂല് യെല്ലോ ആയി. ഇത് എന്ന് വെച്ചാൽ റോ സിൽക്കാണ്. റോ സിൽക്ക് വിത്ത് കാഞ്ചീപുരം വീവിംഗ് ആണ്. സൈഡില് അല്ലല്ല, ഇത് കാഞ്ചീപുരം റോ സിൽക്ക് മിക്സ് ആയിട്ട് വരുന്ന രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ചെയ്തേക്കണത്. നമ്മൾ പറഞ്ഞു ചെയ്യിപ്പിച്ചിട്ടുള്ളത്. പറഞ്ഞു ചെയ്യിപ്പിച്ചത്. അപ്പൊ ഇതിൽ വെച്ചാൽ നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീനും പർപ്പിൾ കോമ്പിനേഷനിലാണ് വരിക. ഇതൊക്കെ റയർ സംഭവങ്ങളാണ് കേട്ടോ. കാരണം അതിന്റെ ആ വീവിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരു ബോക്സ് ടൈപ്പില് ആ ഒരു റോസിലേക്ക് വന്നപ്പോഴേ ഇങ്ങനത്തെ ഒക്കെ മുന്താണി കാണാൻ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. നോർമലി പൂക്കള് മാങ്ങ ഡിസൈൻ അങ്ങനെയൊക്കെ അല്ലേ. ഇത് കുറച്ച് വ്യത്യാസമായിട്ടുണ്ട്. പ്യുവറിൽ വരുന്നത് ഇതല്ലേ. ഇങ്ങനെ വെറൈറ്റികൾ ഉണ്ടെന്ന്. വെറൈറ്റികൾ നമ്മൾ തേടി കൊണ്ടുവരും. നമ്മൾ സ്വന്തം ആലോചിച്ച് തപ്പി എടുത്തിട്ടുള്ള ഓരോരോ കളക്ഷൻസ്. ഇത് നല്ലൊരു കോമ്പിനേഷൻ. കാരണം ജെറിയിലധികം ഈ ജെറി കൊണ്ട് കൂടുതൽ ഡിസൈൻസ് ഇല്ലാണ്ട് സിമ്പിൾ വീവിങ്ങിൽ വരുന്നത് ഇതിലല്ലേ. അപ്പൊ ബോഡി പ്ലെയിൻ വരുന്നത്. ബോഡി പ്ലെയിൻ വരും, ബോർഡർ വരും, ബ്ലൗസ് പ്ലെയിൻ വരുന്നത് അല്ലേ. ഇത് ബ്ലൗസ്. അപ്പൊ ഇത് ഏതാ പോർഷൻ വരുന്നത്? ഇത് പല്ലു പോർഷനാണ്. ഇങ്ങനെ തിരിച്ചു പിടിച്ചോ, ഇങ്ങനെ വെച്ചോ. അപ്പൊ ഇതാണ് പല്ലുവിന്റെ പോർഷൻ വരുന്നത് അല്ലേ. സിമ്പിൾ ആയിട്ട് അധികം ഒരു വീവിംഗ് പാറ്റേൺ ആയിട്ട് വരുന്നുണ്ട്. അധികം ഡിസൈൻസ് ഒന്നും ഇല്ലാതെ സിമ്പിൾ. ഓരോ കസ്റ്റമേഴ്സിന് ഓരോ ടേസ്റ്റാണ്. ചിലർക്ക് സിമ്പിൾ വർക്ക് മതി, ഡിസൈൻസ് വേണ്ടാന്ന് പറയും. അപ്പോൾ ഓരോ ആൾക്കാരുടെ ആ ഒരു ടേസ്റ്റ് നമ്മൾ എത്തിച്ചില്ലെങ്കിൽ പിന്നെ അവരും ഒരു ഇഷ്ടമില്ല മനസ്സോടുകൂടെ ആയിരിക്കും സാരി എടുക്കുന്നത്. ഇതൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു രീതിയിലുള്ള കോൺസെപ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഇത് വിത്തൗട്ട് ബോർഡർ പാറ്റേണിൽ വരുന്നത്. പക്ഷെ കളർ നന്നായിട്ടുണ്ട് കേട്ടോ. ഒരു മുന്താണിയുടെ സീ ഗ്രീൻ കളറും മാമ്പഴ കളറ്. മാമ്പഴത്തിൽ സാധാരണ മറൂണൊക്കെ കൂടുതൽ കടയിൽ കുറച്ച് വ്യത്യാസമായിട്ടുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത്. അതായത് ഡാർക്കിൽ പേസ്റ്റൽ കോമ്പിനേഷൻ. ഇത് ബ്ലൗസ് ഇതാന്ന് തോന്നുന്നു. ബ്ലൗസ് ഇതാ വരുന്നത് ലൈറ്റ് ഷെയ്ഡില്. ഇതാണ് ബ്ലൗസ്. ഇത് ബ്ലൗസ് സിൽവർ ആണ്. ഇതിന്റെ ഒരു ഗോൾഡും സിൽവറും മിക്സ് ആയിട്ട് വരുന്നത്. മിക്സ് അല്ലേ. കാരണം നമുക്ക് അത്യാവശ്യം ഗോൾഡ് ഓർണമെന്റ്സിന്റെ കൂടെ മാച്ച് ആയിട്ട് ഇടാൻ പറ്റണ്ടേ. സിൽവർ വരുമ്പോൾ നമ്മളെ ഗോൾഡ് വെഡിങ്ങിനൊക്കെ ഇടുമ്പോൾ ആ ഗോൾഡ് ആയിട്ട് മാച്ച്. ഗോൾഡ് ആണ് നമുക്ക് കൂടുതൽ നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് സിൽവറും ഗോൾഡും മിക്സ് ആയിട്ട് ജെറി വീവിങ് ഇങ്ങനെ രണ്ടും കൂടി മിക്സ് ആയിട്ട് വരുന്നത് അല്ലേ. വിത്തൗട്ട് ബോർഡർ പാറ്റേണിൽ വരുന്നത്. ഇത് ഏകദേശം ഒരു റേഞ്ച് ഒക്കെ പറയാൻ പറ്റും നമുക്ക്. പ്യുവറിലൊക്കെ വരുമ്പോൾ 10,000 സ്റ്റാർട്ടിങ് വരുന്നത്. അല്ലല്ല, 5,000 മുതൽ സ്റ്റാർട്ട് ചെയ്യും. പ്യുവർ 5,000 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഡിസൈനേഴ്സ് ഒക്കെ ഒരു 10,000 എന്തായാലും ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 10-15 ആ റേഞ്ചിനുള്ളിൽ തന്നെ കിട്ടും. പുറമേ നിന്ന് എന്തായാലും കുറച്ച് വ്യത്യാസം ഉണ്ടാവുന്നു. ചെറിയൊരു മാറ്റം ഉണ്ടാവുന്നില്ല എന്തായാലും. എന്നാലും സിൽക്കെല്ലാം പ്യുവർ സിൽക്ക് മാർക്കിൽ വരുന്ന സിൽക്ക്, സർട്ടിഫൈഡ് ആയിട്ടുള്ള സിൽക്കാണ്. ഇത് ഹാഫ് ആൻഡ് ഹാഫ് ആ ഒരു ഇതില് വന്നിട്ടിങ്ങനെ ഡിസൈൻ മാത്രം. ഡിസൈൻ മാത്രം ഒരു ബോക്സ് ടൈപ്പ്. കാരണം ഇത് നമ്മൾ വേറെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് പൊസിഷനിലായിരിക്കും ഈ ഡിസൈൻ വരിക. ഇത് പല്ലു പോർഷനിൽ വരും, ഇത് നമ്മൾ ആ ചെസ്റ്റ് പോർഷനിൽ വരും. വിത്തൗട്ട് ബോർഡറിൽ വരും. വിത്തൗട്ട് ബോർഡറിൽ. അതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബ്ലൗസ് ആണ്. കണ്ടോ? ഞാൻ ഓപ്പൺ ചെയ്തപ്പോഴാണ് അത് അടിപൊളിയായിട്ടോ. അതൊക്കെ ഡിസൈനർ കൺസെപ്റ്റിൽ മാത്രം ചെയ്യുന്നത്. നമ്മൾ സ്വയം ഇങ്ങനെ ആലോചിച്ച് കണ്ടുപിടിച്ച ആ കളർ. നമ്മൾ സാധാരണ റെഡിന്റെ കൂടെ ഗ്രീൻ അങ്ങനത്തെ ഗോൾഡൻ കളറൊക്കെ അല്ലേ. ഈ ഒരു ഷെയ്ഡ് നമ്മള് കണ്ടിട്ടില്ല. കാരണം നമ്മൾ പൊതുവെ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം കളർ കോമ്പിനേഷൻ എല്ലാവരും ഇട്ടിട്ടുണ്ടാവും.
പക്ഷെ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ മറ്റുള്ളവരും ഡിഫറെന്റ് ആയിട്ട് അത് വേണമെങ്കിൽ ലാവിസിലേക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കണം എന്നല്ലേ, കുറച്ച് വ്യത്യാസമായിട്ട് നിൽക്കണം. എല്ലായിടത്തും കിട്ടാത്ത ഒരു റയർ കളർ നമുക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഒരു മസ്റ്റേർഡും ഇതും കണ്ട റയറാണ് കളർ. ഇത് സംഭവം ഈ കളർ ഒറ്റയ്ക്ക് കണ്ടിട്ടുണ്ട്, ഇത് ഒറ്റയ്ക്ക് കണ്ടിട്ടുണ്ട്, രണ്ടും കൂടിയുള്ള കോമ്പിനേഷൻ കണ്ടിട്ടില്ല. ഇതില് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ പല്ലു വരുന്നത്. വൺ സൈഡ് ബോർഡർ വീതി കൂടിയിട്ടുള്ളത് അല്ലേ. ഇതില് ഇതായിരിക്കും ബ്ലൗസ് വരുന്നത്. ഇങ്ങനെ അടിപൊളി സംഭവം, അടിപൊളിയായിട്ട് കിടു കളക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. സൂപ്പർ കളക്ഷൻ. സിംഗിൾ പീസാ. വെഡിങ് ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് വരാണെങ്കിൽ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നന്നായിട്ട് കിട്ടും. പിന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, വെഡിങ് ഒക്കെ എന്ന് പറയുമ്പോൾ ദിവസത്തിലല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു തവണ വരുള്ളൂ. അപ്പൊ നേരിട്ട് വന്ന് ഒന്ന് ഫീൽ ചെയ്തിട്ട് എടുക്കണ അത്ര ദൂരമില്ലല്ലോ. ഇപ്പൊ എവിടെയാണെങ്കിലും ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പൊ പണ്ടത്തെ കാലം ഒന്നുമില്ല. പണ്ടെന്നൊക്കെ പറയുമ്പോൾ അയ്യോ നമുക്ക് അവിടേക്ക് പോകണം ഇവിടേക്ക് പോകണം എന്ന് പറയുമ്പോൾ ഒരു ടെൻഷനായി. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൂടി. അതെ അതെ. ഇതാണ് ഒരു പീച്ചിഷ് പിങ്കിൽ വരുന്ന പല്ലു പോർഷൻ. നല്ലൊരു യെല്ലോ, കുറച്ച് ഡാർക്ക് മസ്റ്റേർഡ് യെല്ലോ വരുന്നത് ഒരു കളക്ഷൻ അല്ലേ. അത് നമുക്ക് സൈഡ് ബോർഡർ വരുമ്പോ വീവിംഗ് ഇല്ല, ജസ്റ്റ് ആ കളറാ വരുന്നത്. ആ കളറില് വീവിംഗും ചെറിയ വർക്ക് ഇപ്പുറത്തേക്ക് വരുവാ. ആ കളറിൽ വീവ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ വരുന്നത്. മാഡത്തിന്റെ ആ ഒരു വലിയ വിലപ്പെട്ട കസ്റ്റമറെ വന്നതെന്ന് തോന്നുന്നുണ്ട്. അതെ അതെ, വെഡിങ് കസ്റ്റമറാണ്. അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് ക്യാമറയിൽ കാണിച്ചോട്ടെ മാഡം അല്ലേ. ഒരാൾ ഓടിപ്പോയിട്ടാ. അപ്പോൾ വേറൊരാളുണ്ട്. അത് ബ്രൈഡാണ്. അപ്പൊ ബ്രൈഡിനെ കാണിക്കുന്നില്ല ഞങ്ങള്. ബ്രൈഡിന്റെ അമ്മേനെ കാണിക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. ഇല്ലില്ല, ബ്രൈഡിന്റെ അമ്മേനെ കാണിക്കുന്നോണ്ട് കുഴപ്പമില്ല. എന്താ പേര്? ശ്രീവിദ്യ. ശ്രീദേവി എൻ്റെ ഫേവറേറ്റ് ആക്ടർ ആയിരുന്നു. ശ്രീവിദ്യ എൻ്റെ ഫേവറേറ്റ് ആക്ടർ. ഓക്കെ. അപ്പോൾ എവിടുന്ന് പറഞ്ഞേ? ഇവിടെ ഞങ്ങൾ കണ്ണൂർ തന്നെ ചെറുകുന്ന് എന്ന് പറയുന്ന സ്ഥലം. അതെ, ഇവിടെ അടുത്ത് തന്നെയാണ് അല്ലേ. അവിടെ 15-20 കിലോമീറ്റർ അത്രേ ഉള്ളൂ. വെഡിങ് ആരുടെയാ? അതെ, വെഡിങ്ങുകൾ മാറി നിൽക്കാണ് കേട്ടോ നാണായിട്ട്. പിന്നെ നമ്മൾ എടുക്കണ സാരി ഏതാന്നുള്ളത് പുറമേക്ക് ഇപ്പൊ കണ്ട കല്യാണത്തിന്റെ അന്ന് മാത്രം കണ്ടാൽ മതി അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണ്. ആയിക്കോട്ടെ. അടുത്ത തേടി വന്നതാ കോമ്പിനേഷൻ. ഇവര് ഓൺലൈനിൽ സെർച്ച് ചെയ്തിട്ട് ഒരു കോമ്പിനേഷൻ കിട്ടി. അത് സെർച്ച് ചെയ്ത് ലാസ്റ്റ് നമ്മളെ ഷോപ്പിൽ എത്തിപ്പെട്ടതാ. ഓ, അങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ള ഷോപ്പാണെന്നല്ലേ. എങ്ങനെ ഇപ്പൊ അത് കളർ കിട്ടിയോ? അവിടെ ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഓർഡർ കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ വിചാരിച്ച ഏകദേശം സെലക്ഷൻ ഒക്കെ ഇവിടെ ഉണ്ട്. ഓ, വിചാരിച്ച രീതിയിൽ കിട്ടിയെന്ന്. റേഞ്ച് വൈസ് എങ്ങനെയുണ്ട് ഇവിടെ മറ്റേ ഷോപ്പിൽ വെച്ച് നോക്കുമ്പോൾ? നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്ക് എഫോർട്ടബിൾ ആണോ? അമ്മയാണോ കൂടെ വന്നിരിക്കുന്നത്? അമ്മേനെയും കൂടി ഒന്നും പരിചയമില്ല. അമ്മേരെ പേര് രുക്മണി. റുക്മണി നല്ല സുന്ദരിയായിട്ടുണ്ട്. ഇട്ടുകിற സാരി എനിക്ക് ഇഷ്ടമായിട്ടോ. നല്ല കളർ കോമ്പിനേഷൻ ആയിട്ട് അല്ലേ. നല്ലൊരു ഗ്രീനും ആ ഒരു ബ്ലൂ ഷെയ്ഡില്. എന്തായാലും എന്താ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ വന്നേക്കാണ്. അപ്പോൾ സെലക്ഷൻ നടന്നോട്ടെ. അപ്പോൾ വിലപ്പെട്ട കസ്റ്റമർ. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് ഒരു ബ്രേക്ക് എടുക്കാം. മാഡത്തിനൊന്ന് ഹായ് ബൈ ഒക്കെ പറയണോ? അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവാട്ടോ. അടുത്ത കളക്ഷനിലേക്ക് കിടക്കാം. നമുക്ക് അടുത്തത് വരുന്നത് ഫുൾ ഹാൻഡ് വർക്കിൽ ഓർഗൻസിൽ ചെയ്തത്. അല്ല, ഇത് നെറ്റിലാണ്. നെറ്റിൽ ഈ ചിക്കൻ വർക്ക് ഉണ്ടല്ലോ, ചിക്കൻ വർക്ക് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഹാൻഡ് വർക്ക് ചെയ്യുന്നതാ. ചിക്കൻ വർക്കും സ്റ്റോൺ വർക്കും കൂടിയിട്ട് വരുന്നതാണ്. അതൊക്കെ ഫുൾ ഹാൻഡ് വർക്കാണ്. ഇത് കണ്ടോ, ഇതൊക്കെ ഫുൾ ഹാൻഡ് വർക്ക് ആയിട്ട് ചെയ്യുന്നതുണ്ടോ. ഫുൾ നോക്കുമ്പോൾ നമ്മൾ സ്വയം ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അത് കളേഴ്സിൽ ഇതിപ്പോ ഒരു ലൈറ്റ് ലെമൺ ഗ്രീനും ആ ഒരു സീ ഗ്രീനും ആ ഒരു ഷെയ്ഡില്. പിന്നെ ജിമ്മിച്ചു സിൽക്ക് എന്ന് പറയും. ഇതൊക്കെ എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ വരുന്ന നല്ല ഫാബ്രിക്. അത് അതിനകത്ത് ഇത് എംബ്രോയിഡറി ചെയ്തിട്ട് സ്റ്റോൺ വർക്ക് എല്ലാം ചെയ്തിട്ടുള്ള വർക്കാണ്. ഇത് ഓർഗൻസയിൽ വരുന്നതാണ്. ഒരു കലങ്കാരി ടൈപ്പ് പ്രിന്റ് ചെയ്യും. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും. അപ്പൊ ഇതിപ്പോ ജസ്റ്റ് വെറുതെ ഒന്ന് സാമ്പിൾ വെടിക്കെട്ടെന്ന് പറയില്ലേ, അതാണ് ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് കലംകാരി ടൈപ്പില് ഇതാണ് ഓർഗൻസയില് കലംകാരിയുടെ പ്രിന്റ് ആണ്. അതില് ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ബീഡ്സ് വർക്ക് ചെയ്തത്. അതിലിങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഓർഗൻസിൽ തന്നെ ത്രെഡ് വർക്ക് ആയിട്ട് വരുന്ന ടൈപ്പ് ഇതുണ്ടോ. ഓർഗൻസ് സിമ്പിൾ, ഇങ്ങനെ കൂടുതൽ ജിഗ്ജാഗ് വേണ്ട അങ്ങനത്തെ ഒരു രീതിയിലുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇനി പ്രിന്റഡ് ഓർഗൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ. ഇത് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. അതില് ഇങ്ങനെ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് വർക്കും പ്രിന്റും ഒക്കെ മുകളിൽ ഹാൻഡ് വർക്ക് ചെയ്ത്. ഇതൊക്കെ ജസ്റ്റ് അഫോർഡബിൾ റേറ്റ് 1000 റേഞ്ചിൽ വരുന്നത്. ഒരു റേഞ്ച് ഉള്ളൂ അല്ലേ. ഇത് ഇനി പാർട്ടി വെയറിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹെവി ആവും. സെയിം ഓർഗൻസ് തന്നെ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ട് ഇതിൽ ഹാൻഡ് വർക്ക് ചെയ്തു. കുറച്ചും കൂടെ റേറ്റ് കൂടി. ഇപ്പൊ പുതിയൊരു കസ്റ്റമർ കൂടി വന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ വീഡിയോയിൽ എടുത്തോട്ടെ.
കാണാറുണ്ടോ? ഞാനിന്നിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഓടി വന്നതാ. ആണോ? ഞങ്ങൾ ഈ മേഡത്തിനെയാണോ കാണാറ്? അതെ അതെ, ഇയാളെ കാണാറുണ്ട്. ഇയാളെ പക്ഷെ പല ഇതിലും കാണുന്നുണ്ടല്ലേ? എന്നെ പല ഇതിലും കാണാറുണ്ട്, പക്ഷേ ഈ കടയിൽ മാത്രം വീഡിയോ ഒന്നും പിടിക്കില്ല. ഇപ്പൊ ഏത് വീഡിയോ കണ്ടിട്ടാ വന്നിക്കണേ? ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാന്ന് തോന്നുന്നു കണ്ടേക്കുന്നത്. ഞാൻ ആ വീഡിയോ ഇപ്പൊ ഇവരെ കാണിച്ചു കൊടുക്കുമായിരുന്നു. ആ ലൈൻസ് ഉള്ള മൊഡാൽ സിൽക്ക് അല്ലേ? മൊഡാൽ സിൽക്ക്. മൊഡാൽ സിൽക്ക് ഇതാണ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ. അതിൻ്റെ ഇടയിൽ കോള് വന്നു കേട്ടോ, അത് കാരണം നമുക്ക് കട്ട് ചെയ്യേണ്ടി വന്നേ. അപ്പോൾ കോൾ ഒന്നുകൂടി ഡിഫറെന്റ് ഡിസൈനാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതാണ് പല്ലു പോർഷൻ വന്നിരിക്കുന്നത്. ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഫുൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചിട്ട് ആ സെയിം സാരി എടുക്കാനാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അല്ലേ? കിട്ടിയാ? അവര് താഴെ നോക്കാൻ പോയിട്ടുണ്ട്. ഇന്നലെ ഇട്ട സാധനം ചില പെട്ടെന്ന് കഴിഞ്ഞു പോവാ, ബാഗ് ഓടി പറഞ്ഞു വന്നത്. സ്ഥലം എവിടെയാണ്? ഞാൻ ഇരിട്ടിയിലല്ലേ? ഇരിട്ടി അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ ഇവിടുന്ന്. അതെ, 1 മണിക്കൂറുണ്ട്. മോനിന്ന് വൈകുന്നേരം പോകേണ്ടത്. അതിന് മുമ്പേ അവനെ കൊണ്ട് ഞാൻ വന്നത്. അവനിപ്പോ വന്നിട്ട് താട്ടു. വായോ ഒന്ന് പരിചയപ്പെടാം. എന്തായാലും ഇന്ന് പോണതല്ലേ? എവിടെയാ ഒരുമിച്ച് എവിടേക്കാ പോണെന്ന് പറഞ്ഞാൽ? എറണാകുളം. എന്താ വർക്ക് ചെയ്യണോ? അവിടെ വർക്ക് ചെയ്യുക. എറണാകുളം ഇപ്പൊ അധികം ദൂരമൊന്നും ഇല്ലല്ലോ. ഇങ്ങനെയല്ല, ഇന്ന് വൈകുന്നേരം പോകണത്. എന്താ വർക്ക് ചെയ്യണേ? ഞാനൊരു പോക്കറ്റ് എഫ് എന്ന കമ്പനിയില്ല, അതിന് വർക്ക് ചെയ്യുക. കമ്പനിയിൽ വർക്ക് ചെയ്യണം. അപ്പൊ അമ്മയ്ക്ക് വേണ്ടി കൂടെ വന്നതാണ്. സാരി പോകുന്നു പറഞ്ഞിട്ട് പേടിച്ച് വന്നതാണല്ലേ? പേര് മിലിൻഡ്. അടിപൊളി പേര്, സൂപ്പർല്ലേ? ഇപ്പൊ കസ്റ്റമറുടെ തിരക്ക് കൂടിയിട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് വീഡിയോയില് ഡ്രസ്സുകൾ കാണിക്കുന്നത് ഇവിടെ നിറവ് കസ്റ്റമേഴ്സ് ആയിരിക്കുന്നത്. എല്ലാവരും വെഡിങ് ആവശ്യത്തിനും അതുപോലെ ആ വീഡിയോസ് കണ്ടിട്ട് വരുന്നവരൊക്കെയാണ്. അപ്പം നമുക്ക് ആ ഒരു സെക്ഷനിൽ മൂലയ്ക്ക് നിന്നിട്ട് എടുക്കാം. ഞാൻ അവരുടെ ലോഗായി നമുക്ക് പോയാലോ ഒന്ന് അങ്ങോട്ട്. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് കുറച്ച് കളക്ഷൻസ് ഒന്ന് ഒതുങ്ങി കാണിച്ചു കൊടുക്കാം. ഓക്കെ. ഇത് വരുന്നത് മധുബനി പ്രിന്റ്. മധുബനി പ്രിന്റിൽ വരുന്ന സാരീസാണ്. നമുക്കൊരു കാഷ്വൽ വെയർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാ. ചെറിയൊരു ജെറി പാറ്റേൺ ഒക്കെ ആയിട്ട് വലിയ ജിഗ് ആ ഒരു ഇതൊന്നും ഇല്ലാത്ത ടൈപ്പ്, സിമ്പിൾ ആയിട്ടുള്ള 1000 റേഞ്ചിലൊക്കെ വരുന്ന കളക്ഷൻ. ഓക്കെ. ഓർഗൻസന്റെ പല ടൈപ്പ് ഉണ്ട്. ഇത് പ്രിന്റഡ് ഓർഗൻസയാണ്. ഫുൾ ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന. അതിൽ ബ്ലൗസ് സെപ്പറേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൗസ് സെപ്പറേറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഓർഗൻസിൽ അല്ല, ഇത് ഓർഗൻസന്റെ തന്നെ ഒരു വേറൊരു സിൽക്ക് മിക്സ് ആയിട്ട് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഇതിന്റെ പ്രിന്റ് നല്ലൊരു ഇതുണ്ടോ, ഇങ്ങനെ ഒരു പ്രിന്റ് ടൈപ്പ് ആയിട്ട് വേണം. സൈഡിൽ ഇങ്ങനെ ചെറിയ കലംകാരി എല്ലാം കൂടെ മിക്സ് ആയിട്ട് സെമി സിൽക്ക് എന്ന് പറയാൻ ചെറിയൊരു ഓർഗൻസ മിക്സ് മാത്രം വരുന്നത്, രണ്ടും കൂടിയിട്ടായിട്ട് വരുന്നത് അല്ലേ? ബ്ലൗസ് വരുമ്പോ അപ്പൊ ഏതാ വരുന്നത്? ബ്ലൗസ് വരുന്ന ഇതാണ്, ഈ ഒരു പോർഷൻ അല്ലേ? ഇതാണ് ബ്ലൗസ് വരിക. ഇതല്ലേ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് സാധാരണ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സാധാരണ പട്ടുസാരിയൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ കേട്ടോ. പിന്നെ ഇത് കണ്ട ഉപ്പട സിൽക്ക് എന്ന് പറയും. ഇതൊക്കെ വെച്ചാൽ അധികം നമ്മൾ ഹൈദരാബാദ്, കർണാടകയിലൊക്കെ അധികം എല്ലാ സ്റ്റേറ്റിലത്തെ സാധനം ഇവിടെ കിട്ടും. എല്ലാം കിട്ടും. എല്ലാ സ്റ്റേറ്റിലത്തെ ഇന്ത്യ ഫുള്ള്. അതില് വർക്ക് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടാ. ആ സൈഡിലത്തെ ആ ബോർഡറിൽ വന്നിരിക്കുന്ന നന്ദിയുടെ ഇതൊക്കെ വർക്ക് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഫുൾ വന്നിരിക്കുന്നത്. അധികം എല്ലാം നമ്മള് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അത്യാവശ്യം എല്ലാവർക്കും ഈ പൊങ്ങി നിൽക്കുന്നത് ഇഷ്ടമല്ലല്ലോ. ഇപ്പൊ പണ്ട് എല്ലാവരും ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പാണ്. എല്ലാവർക്കും മെറ്റീരിയലിനെ കുറിച്ച് അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ള എല്ലാം നോളജ് അറിയാം. പണ്ട് അങ്ങനെയല്ല, ഒരു സാരിയുടെ ഭംഗി മാത്രം നോക്കണ്ടേ. ഇപ്പൊ എന്ന് പറയുമ്പോൾ അവർക്ക് ക്വാളിറ്റിയും കൂടിയാണ് നോക്കണത്. ഇത് ബനാറസിയാണ്. ബനാറസിന്റെ ഒരു ഒത്തിരി കളക്ഷൻ, കാരണം കുറേ ടൈപ്പ് ഓഫ് ബനാറസി ഉണ്ട്. പല റേഞ്ച് 2000 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഇത് കടി ബനാറസി എന്ന് പറയും. കടി ബനാറസിയിൽ വരുന്ന നല്ലൊരു യെല്ലോ ഷെയ്ഡ്. ഇതൊക്കെ നമ്മളെ ഒരു കസ്റ്റമർ റീൽസ് ഇട്ടിട്ട് ഭയങ്കര ക്ലിക്കായ കളറായത്. കുറേ പീസ് പോയത് ഈ സെയിമിൽ തന്നെ. അപ്പൊ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ്. റീസ്റ്റോക്ക് ചെയ്തത്. ഇതിന് ബനാറസിൽ തന്നെ ഒരു ഡാർക്ക് പ്ലെയിൻ ആയിട്ട്, ബോഡിയിൽ വർക്ക് ഇല്ലാതെ പ്ലെയിൻ ബോർഡർ വന്നിട്ട്, ബോഡി പ്ലെയിൻ വന്നിട്ട് ഇങ്ങനെ വരുന്ന ടൈപ്പ്. ഇതിന്റെ എല്ലാ ഷെയ്ഡ്സും ഉണ്ട്. എല്ലാ ഷെയ്ഡ്സ് വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ബ്ലൗസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഇവരുടെ ചാനൽ ഫോളോ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. കാരണം അടുത്തൊരു വീഡിയോ ഫുൾ എക്സ്ക്ലൂസീവ് കളക്ഷൻ ആണ്, വെഡിങ്ങിന് മാത്രമായിട്ടുള്ള സാരീസ്. കാരണം ഇതെല്ലാം നമുക്ക് വെഡിങ്ങിന്റെ കൂടെ ഇതാക്കാൻ പറ്റില്ല. ഇത് ഡിജിറ്റൽ പ്രിന്റിൽ വരുന്നത്, സെമി സിൽക്കിൽ ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ കേട്ടോ. വേണ്ട പല്ലു പോർഷൻ ഇങ്ങനെ വരിക. ഇതിങ്ങനെ ഒരു ഡബിൾ കളർ 3 ഷെയ്ഡ്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ്. ഇതെല്ലാം ഡിജിറ്റൽ പ്രിന്റിൽ വരുന്നത്. മോഡൽ സിൽക്ക് സാരി വീഡിയോ ഇട്ടത് ഞങ്ങള്
ഏതായിരുന്നു? ഹാഫ് ലൈനായിട്ട് കേട്ടില്ല ഹാഫ് ലൈനായിട്ട് ഹാഫ് ലൈനായിട്ട് പിന്നെ അജ്രക്കിന്റെ പ്രിന്റ് ആയിട്ട് സംഭവം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാ. അത് ഇല്ല പോയി. അതിന്റെ ഒരു വിഷമം സങ്കടം. ഇന്നലെ ഇട്ടത് ഇപ്പൊ പിറ്റേ ദിവസം വരുമ്പോഴേക്ക് പോയിന്ന് അപ്പൊ തന്നെ ചോദിച്ചോ എന്താന്ന്. കൊടുത്തു വിടേണ്ടതാ. ഓ ആണല്ലേ. കാര്യം ഞാൻ അതുകൊണ്ട് തന്നെ പറയുന്നത് കണ്ണൂരുള്ളവര് ജസ്റ്റ് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത്. നിങ്ങൾ നോക്കിയിട്ടില്ല രാവിലെ ഇന്ന് കുറച്ച് വീഡിയോന്റെ ഒക്കെ തിരക്കാണ്ട് വാട്സപ്പ് നോക്കിയില്ല. അതാ അത് ഇന്നലെ കണ്ട പക്ഷെ തന്നെ അപ്പൊ തന്നെ അത് ചോദിക്കണം. അപ്പൊ തന്നെ അത് സെയിലായി പോയിട്ടുണ്ടാവും. ഇന്ന് രാവിലെ പനിയായ കാരണം അങ്ങനെ കിടന്നു. എല്ലാവർക്കും സങ്കടം കിട്ടാതെ തന്നെ ഒരു സങ്കടം. സാരില്ല, നമുക്ക് മോഡൽ തന്നെ വേണമെന്നല്ലോ. ഇനി നമ്മള് അത് വരുത്തിക്കാലോ, കസ്റ്റമൈസ് ചെയ്ത് ഇനിയും കൊണ്ടുവരും. കൊടുത്തു വിടല്ലേ നാളെ കുറെ സാധനങ്ങളായി കാനഡയിലേക്ക് ഓ അതെ ശരി. അപ്പൊ രക്ഷയില്ല. അപ്പൊ ഇതിന് ഏതെങ്കിലും എടുത്തോ. എല്ലാം ഒന്നിനൊന്നും വെച്ച ഏത് ഡിസൈൻ എടുത്താലും. പക്ഷെ എല്ലാത്തിനും ക്വാളിറ്റി അടിപൊളിയല്ലേ? വീഡിയോയിൽ കണ്ടതിലും ഒക്കെ അങ്ങനെ അതെ മോഡൽ നേരിട്ട് കണ്ടെടുക്കാം തന്നെ വിചാരിച്ചിട്ടാണ് ഓടി വന്നേ. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ കാണുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. കൈ കിട്ടി കഴിയുമ്പോൾ പിന്നെ എന്തൊക്കെയാ വരുന്നേ, പിന്നെ നിങ്ങളാരും സമ്മതിക്കുകയില്ല, തിരിച്ചെടുക്കാൻ സമ്മതിക്കുകയില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ എനിക്ക് കണ്ണൂരായ കാരണം വരാലോ. അതെ അതെ ശരിയാണ്. ഞാൻ ഓടി വന്നാ നേരിട്ട് കണ്ടിട്ട് എടുക്കാം. മോഡൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെ. അതെ അതെ മതി. ഇതൊക്കെ പറഞ്ഞ് പറയിപ്പിക്കണതല്ല കേട്ടോ. അവര് സ്വയം അവരെ മനസ്സുകൊണ്ട് തട്ടി വരുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കളക്ഷൻസിലേക്ക് കിടക്കാം. എനിക്ക് തോന്നുന്നു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന സമയം തിരക്കൊണ്ട് തിരക്കായി തുടങ്ങി. ഇതിലൊരു നോർമൽ ടൈപ്പിലൊക്കെ വരുന്ന സാരീസിൽ വരുന്നതാ. അപ്പോഴും നോർമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്നതിലും കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ അതും കൊണ്ടുവന്നേക്കുന്നത്. അങ്ങനെ സെമി സിൽക്കിന്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ പല പല വെറൈറ്റി ഉണ്ട്. ഇതുണ്ടോ സാരീസിൽ അല്ലേ? ഇഷ്ടം പോലെ വെറൈറ്റി ഉണ്ട്. ഇതൊക്കെ ഓപ്പൺ ചെയ്യണില്ലോട്ട്, ജസ്റ്റ് ഇങ്ങനെ വെറുതെ കാണിക്കുന്നത് മാത്രമല്ലോ. ഇതൊക്കെ കടി ഓർഗൻസ സാറ്റിനിൽ വരുന്നതാ. ടിഷ്യൂ കൂടി മിക്സ് ആയിട്ടുണ്ട് അല്ലേ? ചെറിയൊരു തിളക്കൊക്കെ വരുന്നത്. പിന്നെ ഇത് സെമി ടസർ ആണ്. സെമി ടസറിൽ എംബ്രോയിഡറി ഡിസൈൻ ആയിട്ട് വരുന്ന പ്യുവർ ടസർ ഉണ്ട്. സെമി ടസർ. പിന്നെ ക്രിസ്ത്യൻ ബ്രൈഡിനായിട്ടുള്ളതും ഉണ്ടല്ലേ? ഉണ്ട്. ക്രിസ്ത്യൻ ബ്രൈഡിന് വേണ്ടത്. ഇത് ജസ്റ്റ് ഒരു ഒരെണ്ണം മാത്രം എടുത്ത് മാമിനാണെങ്കിൽ നമുക്ക് എനിക്ക് വയ്യ. ഞാൻ പറയട്ടെ കിട്ടിയില്ലല്ലോ ലൈനുള്ളത്. അല്ല അപ്പൊ അപ്പുറത്തെ ഭംഗി കുറച്ചുകൂടി ആൾക്കാണെങ്കിൽ അതന്നെ നല്ലത്. അതന്നെ നല്ലത്. അതായിരിക്കും. ആ കുറച്ച് തടി തോന്നും വലിയ ഡിസൈൻ വരുമ്പോ. തോന്നണമെന്നില്ല, പുള്ളിക്കാരത്തിക്ക് ആവശ്യത്തിന് തടിയുണ്ട്. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പൊ അത് തീരുമാനമായി. എനിക്ക് ഇവിടെ ചാടാനുള്ള നേരമുള്ളൂ കേട്ടോ. ഈ സൗണ്ട് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു. ഈ പുള്ളിക്കാരത്തി അല്ലല്ലോ ഇത്. അയ്യോ, ഇത് നോർമലായിട്ട് ഈ മൈക്കിൽ ശബ്ദം കേൾക്കണം, എന്നാലും അവിടെ കേൾക്കുള്ളൂ, അല്ലാണ്ട് കേൾക്കില്ല. പിന്നെ കാര്യം അത് വലിയൊരു കാര്യം. സൗണ്ട് കേട്ടിട്ട് തിരിച്ചറിയാന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യല്ലേ. താങ്ക് യു. കൂടുതലും ചെയ്യുന്ന ഇവരുടെ അല്ലേ മറ്റേ സെമി സിൽക്ക് സംഭവങ്ങൾ ഉണ്ടാക്കുന്ന മറ്റേ നേരിട്ട് വീവ് ചെയ്യുന്ന അവിടെ പോയിട്ടുണ്ട്. സ്ഥലത്തിന് കുറെ സ്ഥലത്ത് പോയിട്ടുണ്ട്. അതാ ഞാൻ കൂടുതൽ കേൾക്കുന്നത്. രണ്ട് ചേട്ടനും അനിയനും ചെയ്യുന്ന ഒരു അവിടെ ചെയ്യുന്ന ഞാൻ കൂടുതൽ കണ്ടിട്ടുണ്ട്. ഇയാളെ കണ്ടിട്ടുണ്ട്. നമ്മളെ നിങ്ങളെ സൗണ്ടാണ് നിങ്ങളുടെ ഒരു ഹൈലൈറ്റ് ശൈലി. അതെ, അല്ല കുറെ പേര് പറയുന്നുണ്ട് വന്നിട്ട് കണ്ടാ തിരിച്ചു വലിയ കാര്യമല്ലത്. കുറെ പേര് പറയാറുണ്ട് ശബ്ദം കേട്ടിട്ടാണ് തിരിച്ചു മുഖം കാണുമ്പോഴല്ല എന്നൊക്കെ പറയാറുണ്ട്. മമ്മൂട്ടി മോഹൻലാല് സൗണ്ടിലല്ലേ നമ്മൾ തിരിച്ചു വലിയൊരു കാര്യല്ലേ. സത്യം. അത്രയ്ക്ക് അങ്ങോട്ട് പൊക്കണ്ടോ. സെമി സിൽക്കിൽ വരുന്നതാ. ഇത് സെമി സിൽക്ക് അല്ല, സോറി, ഒറീസ സിൽക്ക് എന്ന് പറയും. ഒറീസ സിൽക്കില് പല്ലു കണ്ടോ? പല്ലു വരുന്നത് ഇങ്ങനെ അല്ലേ? ഫുൾ ഇത് വീവിംഗ് ആണ്. വീവിംഗ് ആണ്. വീവിംഗ് പല്ലുവിൽ വരുന്നത്. ഇതിന്റെ കളേഴ്സ് ഉണ്ട്. കാരണം ചില ഇതിലെന്ന് വെച്ചാൽ നമ്മൾ കളേഴ്സ് മസ്റ്റ് ആയിട്ട് കൊണ്ടുവരണം. കാരണം വെച്ചാൽ വെഡിങ് പാർട്ടീസ് ഒക്കെ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടി എല്ലാ കസിൻസിനൊക്കെ കൊടുക്കണമെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് ഒരു 5-6 കളർ ചേഞ്ചസ് ചോദിക്കും. അപ്പൊ അങ്ങനത്തെ ഐറ്റത്തിൽ നമ്മൾ കളർ ചേഞ്ച് കൊണ്ടുവരും. സ്പെഷ്യൽ ഐറ്റത്തിൽ സിംഗിൾ പീസ് ആയിരിക്കും അത്. പിന്നെ ഇതൊക്കെ ക്രേപ്പിലൊക്കെ വരുന്ന കുറേ കളക്ഷൻ ഉണ്ട്. ക്രേപ്പ്, ഇത് സെമി ടസറിൽ വരുന്നത്. സെമി ടസറിൽ എംബ്രോയിഡറി വീവിങ്. ഇത് പ്യുവർ ടസറാണ്. നമ്മൾ താഴെ കണ്ട സൽവാറിന്റെ ഇത് പ്യുവർ ടസറിൽ വരുന്ന. ആ താഴെ കണ്ട ആ ഒരു ചുരിദാറിന്റെ റേറ്റ് 6000, 3000, 4000 ആ റേഞ്ചിൽ വരുന്നത്.
ഇതൊക്കെ വീവിങ് പാറ്റേണിലും പിന്നെ താഴെ കണ്ട നമ്മൾ ചുരിദാറിന്റെ സെയിം പാറ്റേണിൽ കസ്റ്റമർ പറഞ്ഞിട്ട് സാരി ചെയ്തിരുന്നു. അതൊന്നും കാണിക്കാനില്ല, എല്ലാം സോൾഡ് ഔട്ടാ. ഓ ഇനി വീണ്ടും റീസ്റ്റോക്ക് ചെയ്യും വേണമെങ്കിൽ അല്ലേ? ഓക്കെ. ഇത് വരുന്നത് മീനാക്കാരി വർക്ക്. ഇത് ഈ കാണുന്നത് സെൽഫ് പ്രിന്റ്. ഇതിങ്ങനെ കേട്ടോ, ഈ കാണുന്ന ഈ കളേഴ്സ് ഒക്കെ വരുന്നത് മീനാക്കറി വർക്കിലാണ് കേട്ടോ ഫുൾ വന്നിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ജസ്റ്റ് ഓരോന്നോരോന്നും നമ്മൾ കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് ബനാറസിന്റെ പുതിയൊരു മോഡല്. ബനാറസി പല മോഡലുണ്ട്, പല പല വെറൈറ്റിയിൽ. ഇത് കണ്ടോ, ഇതൊക്കെ ബനാറസി. കൊക്കോ ജെറി എന്ന് പറയും, ലേറ്റസ്റ്റ് ആണ് കൊക്കോ ജെറി. ഈ ജെറിക്ക് കൊക്കോ ജെറി എന്ന് പറയാ. പിന്നെ ഇത് വരുന്നത് ബൂട്ട ഡിസൈനിൽ വരുന്നത്. ഇത് ഓക്സിഡൈസ്ഡ് സിൽവർ കണ്ടോ. ഇത് വാട്ടർ ജെറി എന്ന് പറയും, വാട്ടർ ജെറി. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. വാട്ടർ ജെറി ഇതൊക്കെ ബനാറസിന്റെ പല പല വീവിങ്ങിലും ത്രെഡ് വർക്കും എല്ലാം കൂടെ വരുന്ന ടൈപ്പ് മിക്സ് ആയിട്ട്. ഇതിന്റെ ബോർഡറും വെറൈറ്റി ആയിട്ടുണ്ട്. ഇത് ജാൽ ഡിസൈൻ എന്ന് പറയും, ബനാറസിന്റെ തന്നെ. അങ്ങനെ എല്ലാം ഇതിൻ്റെയൊക്കെ ഒത്തിരി കളേഴ്സ് ഉണ്ട്. പിന്നെ നമ്മളുടെ എക്കാലത്തെയും ഫേവറേറ്റ് ഇതാ മൊഡാൾ സിൽക്കിൽ വരുന്ന പ്ലെയിനിൽ. കാരണം കുറേ പേര് പ്ലെയിൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ പ്ലെയിൻ വന്നിട്ട് പല്ലു പോർഷനിൽ ഈ ഒരു ജെറിയുടെ വർക്കിൽ എല്ലാ കളേഴ്സും ഉണ്ട്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടാം, സിംഗിൾ കളർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പ്രിന്റഡ് മോഡൽ, അതൊക്കെ ഒരാളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ നല്ല. ചിലർ ബ്രൊക്കേറ്റ് ടൈപ്പിൽ വരുന്ന ബ്ലൗസ്, റെഡിമെയ്ഡ് ബ്ലൗസും ഉണ്ട് കേട്ടോ ഇവിടെ, അത് പറയാൻ വിട്ടുപോയി. ഇതൊക്കെ മൊഡാൾ സിൽക്കിൽ വരുന്ന ബോർഡർ ഉള്ളത്. ബോർഡർ ഉള്ളത് പ്ലെയിനിൽ ബോർഡർ വരുന്നത്. ഇത് പ്രിന്റിൽ വരുന്നത് മൊഡാൾ സിൽക്കിന്റെ. അതൊക്കെ പല പല അതൊക്കെ ഇത് കാണിക്കുന്ന കുറേ ഉണ്ടാവും, കാരണം ഒത്തിരി കളക്ഷൻ ഉണ്ട്. 100-200 സാരികൾക്ക് മോഡലിലൊക്കെ നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒക്കെ കുറെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ മോഡലാണ്. അപ്പൊ കണ്ണൂരിലും മോഡല് ഭയങ്കര എവിടെയും കിട്ടാനില്ല. നമുക്ക് വടകര, തലശ്ശേരി, കാസർഗോഡ് അവിടെ നിന്നൊക്കെ ആൾക്കാർ വരും ഈ മോഡൽ മേടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ റേറ്റ് മാത്രം റേറ്റ് കൂടുതലില്ല, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. ഇത് ആപ്ലിക് വർക്കാണ്, സെമി സിൽക്കിലും അതുപോലെ തന്നെ സെമി ടെസറിലൊക്കെ ആപ്ലിക് വർക്ക്. കാരണം ആപ്ലിക് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ട്രെൻഡും പോകില്ല, ചില ആൾക്കാർക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള വർക്കും കൂടിയാണ്. ഇത് നമ്മൾ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യും. കുറച്ച് ഈ റിട്ടയർഡ് ടീച്ചേഴ്സ് ഒക്കെ ഇല്ലേ, അവരുടെയൊക്കെ ഫേവറേറ്റ് ചെയ്ത്. അപ്പോൾ അവരിലൊരു 60+, 70+ ഉള്ളവരൊക്കെ ഇങ്ങനത്തെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അവർ ഞങ്ങൾ പണ്ടൊക്കെ ഈ സ്കൂളിൽ പോകുമ്പോൾ ഇട്ടതാന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ആ ഒരു നൊസ്റ്റാൾജിയാണ് ഇത് കാണുമ്പോൾ. അങ്ങനത്തെ ഐറ്റംസ് ഒരു കുറേ ഉണ്ട്. ഇത് ത്രെഡ് വർക്കിൽ, സെമി സിൽക്കിൽ ത്രെഡ് വർക്ക്, ഇത് കുറേ കളേഴ്സ്. ഇത് നമുക്ക് ഓൺലൈനിൽ ഭയങ്കര ക്ലിക്ക് ചെയ്ത ലഡാക്ക് സിൽക്ക്. ഇത് ഡയറക്റ്റ് ഫ്രം ലഡാക്ക് ആണ്. ഇത് ലഡാക്ക് സിൽക്കിന്റെ ഫ്ലോറൽ ഡിസൈൻ ആണ്. നമുക്ക് ഈ പണ്ടത്തെ ഒരു പ്രിന്റഡ് സിൽക്ക് ഇല്ലേ, പ്രിന്റഡ് സിൽക്കിന്റെ ഒരു ലുക്ക് ആയിരിക്കും. ഇത് ബ്ലൗസ് പീസാണ് വരുന്നത്. ഇതാണ് പല്ലു പോർഷൻ. ഇതിന്റെ എല്ലാ കളേഴ്സും വരും. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ലഡാക്ക് സിൽക്ക്. പിന്നെ കുറെ കസ്റ്റമർ പറഞ്ഞു നിങ്ങൾ ആ ഫ്ലോറൽ മാറ്റിയിട്ട് എന്തെങ്കിലും ഡിഫറെന്റ് പ്രിന്റ് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വെർലി പ്രിന്റ് കൊണ്ടുവന്നു. ഇതുണ്ടോ, സെയിം മെറ്റീരിയലില് സെയിം പ്രിന്റ് വ്യത്യാസമായിട്ട് പ്രിന്റ് ആയിട്ട് വെർലി പ്രിന്റില്. ഇതിന്റെ എല്ലാ കളേഴ്സ് ഉണ്ട്, നല്ല നല്ല കളേഴ്സ്, എല്ലാം ഒന്നിനൊന്ന് വെച്ചാൽ മെച്ചായിട്ട് വരുന്നത്. ഇതൊക്കെ വീഡിയോ ക്ലിക്കായി പോയ കുറേ ഐറ്റമാണ്. ഇതൊക്കെ ജെറി വീവിങ് പാറ്റേണിൽ മറ്റേ ഓർഗൻസ ടൈപ്പിൽ എന്താ പറയാ, ഡിജിറ്റൽ പ്രിന്റിൽ. ഇതും അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രിന്റിൽ ഫുൾ വർക്ക് വന്നിട്ടുള്ളത്. പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്നത്, സൈഡിലിങ്ങനെ കട്ട് പറഞ്ഞിട്ട് ഓർഗൻസിൽ. സാരീസ് കുറേ ഉണ്ട്, കാണിക്കാൻ വെച്ചാൽ അത് തീരൂല. അതെ, ഇത് ജസ്റ്റ് പ്ലെയിനിൽ ഇങ്ങനെ ത്രെഡ് വർക്ക് തന്നെ നന്നായിട്ടുണ്ട്. ആ ഒരു ബോക്സിൽ ഇങ്ങനെ ഒരു വർക്ക് വന്നപ്പോഴേ ത്രെഡ് ആണ് കേട്ടോ, പ്രിന്റ് അല്ല, ഇത് ഫുള്ള് വീവിങ് ആണ്. ഈ കമ്പ്യൂട്ടർ ഇതായിട്ട് വരുന്നതാണ്. പിന്നെ നമുക്ക് പണ്ടത്തെ ഒരു ട്രഡീഷണൽ ടൈപ്പിലൊക്കെ വരുന്നത് അല്ലേ, ട്രഡീഷണൽ വേണമെങ്കിൽ അതിൽ ഇതിന്റെ കളർ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവില്ല. കളർ ചേഞ്ചസ് ഉണ്ട്, ഡാർക്ക് ഷെയ്ഡും എല്ലാം വരുന്നത്. അങ്ങനെ ഇതുപോലെ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. കാണിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതെ അതെ, ഇത് ലൈറ്റ് വെയിറ്റ് സിൽക്കിൽ തന്നെ എന്താ പറയാ, ഫ്യൂഷൻ ടൈപ്പ് എന്ന് പറയും. അതായത് 3 കളർ കോമ്പിനേഷൻ. യെല്ലോ ആണെങ്കിലും യെല്ലോ, ബ്ലൂ, പിങ്ക് എല്ലാം കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ള. ചിലർക്ക് ഇങ്ങനെ ജഗബോഗ ഇഷ്ടമുള്ളവരുണ്ടാവും കളർഫുൾ ആയിട്ട്, അങ്ങനെയുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. ചിലർക്ക് വളരെ സിമ്പിൾ ആയിട്ട്, അങ്ങനെ എല്ലാ ഔഷധത്തിനുള്ള കളേഴ്സ് ഉണ്ട് ഇവിടെ. ട്രഡീഷണൽ ടൈപ്പ് ആണെങ്കിൽ ട്രഡീഷണലും ഉണ്ട്, കോൺട്രാസ്റ്റ് പണ്ടത്തെ ഇല്ലേ ആ ടൈപ്പിലൊക്കെ, കാഞ്ചീപുരത്തിന്റെ ട്രഡീഷണൽ ടൈപ്പ് ഉണ്ട്. അതിപ്പോ അധികം കിട്ടാനില്ല, ശരിക്കും വീവിംഗ് എല്ലാം നിർത്തിയത് അത്. പക്ഷെ നമുക്കിവിടെ നല്ല എൻക്വയറി വരുന്നുണ്ട്. ഇപ്രാവശ്യത്തെ വെഡിങ് കളക്ഷനിൽ നമ്മൾ പോയപ്പോൾ അത്ര സെർച്ച് ചെയ്തിട്ട്
ട്രഡീഷണൽ ആയിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് അതിന്റെ കുറച്ച് കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു 450 തൊട്ട് സ്റ്റാർട്ടിങ് പറഞ്ഞ ആ ഒരു 450 എന്ന് പറയുമ്പം ഏകദേശം ഒരെണ്ണം എടുത്തൊന്ന് കാണിക്കാൻ പറ്റുമോ? ഈ ടൈപ്പിലൊക്കെ ഇതൊക്കെ ഒരു 450 റേഞ്ചിൽ വരുന്നതാണ്. അപ്പോൾ 450 സാരിയാണ് കേട്ടോ ഈ കാണുന്ന സാരി. 450 സാരീസ്. അപ്പോൾ സാരീസിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് 450. ഇതൊക്കെ അതിൽ വരണേ. ഇത് 450 ആണ്. പിന്നെ അതുപോലെ തന്നെ കോട്ടൺ പ്രിന്റിൽ വരുന്ന ഇത് 450, ഇത് 450, സാരീസ് ഒക്കെ 450. ഇതെല്ലാം കോട്ടണിൽ വരുന്ന നോർമൽ കോട്ടണിൽ വരുന്ന സാരീസിന്റെ എല്ലാ റേഞ്ചുള്ളത് ഈ ഒരു മുകളിലത്തെ ഫ്ലോറിലാണ് മൊത്തം വെച്ചിരിക്കുന്നത്. ഇനി ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഇപ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് ലൊക്കേഷൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതെ, കണ്ണൂർ തളാപ്പ് AKG ജംഗ്ഷനിലായിട്ടാണ് നമ്മൾ ഷോപ്പ് വന്നിരിക്കുന്നത്. ഇവർ പറഞ്ഞ പോലെ തന്നെ ചൈതന്യ ഹോസ്പിറ്റലിന്റെ ഞങ്ങളുടെ ഷോപ്പിന്റെ തൊട്ട് പുറകിലാണ് ചൈതന്യ ഹോസ്പിറ്റൽ. AKG ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുക്കുവാണെങ്കിൽ നമ്മൾ ഹൈവേയിലേക്ക് പോവാം. ഇത് റൈറ്റിലേക്കാണ്. ഓക്കെ, 1 വേ ആയിട്ട് വരും. 1 വേ. പിന്നെ തൊട്ട് ഓപ്പോസിറ്റ് റാന്തൽ ഹോട്ടൽ. അത് മറക്കണ്ട, വിശക്കണ്ട സമയം വിശപ്പിന്റെ വിളി വന്നു. അപ്പോൾ ഹോട്ടൽ മറക്കണ്ട. അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം. നമുക്കിപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് 5 മിനിറ്റ്സിൻ്റെ ഡിസ്റ്റൻസിലാണ് ഈ ഒരു ലാവിസ് ഡിസൈൻ. കുറച്ചുകൂടി എളുപ്പം പറയുകയാണെങ്കിൽ ബാക്കിൽ ചൈതന്യ ഹോസ്പിറ്റൽ, ഫ്രണ്ടിലാണെങ്കിൽ ഹോട്ടൽ റാന്തൽ, പിന്നെ AKG ജംഗ്ഷന്റെ അവിടുന്ന് 10 അടി നടക്കാനുള്ള ഒരു വഴി. റെയിൽവേ സ്റ്റേഷൻ അടുത്തല്ല, പെട്ടെന്ന് 5 മിനിറ്റ് പോലും വന്നില്ല കേട്ടോ. ഓട്ടോ പിടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ലാവിസ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഡയറക്റ്റ് ലൊക്കേഷനിൽ ഇവിടെ ഒന്ന് എത്തിച്ചു തരുന്നതായിരിക്കും. വേറെ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഇനി ബുദ്ധിമുട്ടിയിട്ട് ഇവിടെ വരെ വരണമൊന്നുമില്ല. ഓൺലൈനിൽ നമുക്ക് അത് വേണമെങ്കിൽ അങ്ങനെയും മേടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ് വരുന്നത്. 2 ഫ്ലോർ ആയിട്ടുള്ള മൊത്തം വെഡ്ഡിങ് പ്രീമിയം കളക്ഷൻസ്. അതെ. അപ്പോൾ ആ പ്രീമിയം കളക്ഷൻസിൻ്റെ ഒന്നുകൂടി നല്ല നല്ല വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പം തന്നെ ഫോളോ ചെയ്തിട്ടോ കേട്ടോ, എൻ്റെ ചാനലും ഇവിടെയും. യെസ്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. പിന്നെ സ്റ്റാഫ്മാരൊക്കെ ബിസിയാണ്. അവിടെ ബ്രൈഡലിന് സാരി ഉടുപ്പിക്കാനുള്ള തിരക്കാണ്, അല്ലെങ്കിൽ എല്ലാവരും കിട്ടില്ല. അപ്പോൾ നമ്മൾ ബൈ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത്ര നേരം നമുക്ക് വേണ്ടി അവരൊക്കെ കഷ്ടപ്പെട്ടത് ഓരോരോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.